ഇന്ന് 2-ാം അധ്യായം 47-ാം വാക്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും പറഞ്ഞ് പരിചിതമായ ഒരു വേദഭാഗമാണ് 2:47. അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് ഈ മൈക്ക് അങ്ങെടുത്തു. ഈ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത്. മഞ്ഞ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. വളരെ ശ്രദ്ധിക്കുക, വളരെ പരിചിതമായ ഒരു കുഞ്ഞു വേദഭാഗം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പരിചിതമായൊരു വേദഭാഗമാണ്, എല്ലാവർക്കും വളരെ നന്നായി അറിയാവുന്ന ഒരു വേദഭാഗം. ഇന്നലെ രാത്രിയിൽ നമ്മൾ വളരെ ശാന്തമായി ദേശത്തോട് സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നിർത്തിയ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയം അവിടെ നിന്ന് തുടങ്ങി ഇന്ന് വായിച്ച വേദഭാഗത്തിൽ എത്തുമ്പോൾ പ്രസംഗം അവസാനിക്കും എന്നുള്ളതാണ് ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് മനുഷ്യൻ പാപിയാണ് എന്നുള്ള വിഷയമാണ്. മനുഷ്യൻ്റെ അകത്ത് പാപം ഇരിക്കുന്നു. ഈ പാപത്തിൽ നിന്ന് മോക്ഷം തേടിയാണ് കാലങ്ങളായി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാലം എത്ര കഴിഞ്ഞിട്ടും, കമ്പ്യൂട്ടർ യുഗമായിട്ടും, സകല കണ്ടുപിടുത്തങ്ങളും പുരോഗമിച്ചിട്ടും നമ്മളിൽ പലരും അറിയാതെ ഇന്നും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇന്നും ഇത്രയും മണ്ടന്മാർ ഉണ്ടോ എന്ന് പലപ്പോഴും പല സംഭവങ്ങൾ കാണുമ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. എത്ര പ്രാവശ്യം പറ്റിക്കപ്പെട്ടിട്ടും ദൈവത്തിൻ്റെയും ദൈവങ്ങളുടെയും മറ്റും പേരിലും മതത്തിൻ്റെയും പേരിലുമൊക്കെ ഒത്തിരി തിന്മകൾ നാട്ടിൽ സംഭവിച്ചിട്ടും പിന്നെയും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളിൽ പോയി ചാടുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. വാസ്തവത്തിൽ എന്തിനാണ് ഈ വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, സാക്ഷര കേരളത്തിലെ ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കിടക്കാറുണ്ട്. കാരണം 100% സാക്ഷരത കൈവരിച്ചു എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഒരു സംസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം കേരളം വിട്ടുകഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അറിവില്ലായ്മയുടെ ചില മുഖങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ഞാനൊരിക്കൽ ബീഹാറിൽ പോയിരുന്നു. ബീഹാറിൽ അവിടുത്തെ ഒരു ചെറിയ വില്ലേജിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ മലയാളിയായ എൻ്റെ സുഹൃത്ത് ദേവദാസൻ പറഞ്ഞു, സാറേ അങ്ങോട്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ, ദേ ആ വഴിയിൽ ഇരിക്കുന്ന ഒരു വലിയ പാറ കണ്ടോ? കണ്ടു. ആ പാറയിൽ ചവിട്ടരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പാറ ചവിട്ടി എന്നാ പ്രശ്നം? അതൊരു പാറയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കതൊരു പാറയാണ്, പക്ഷെ ആ വില്ലേജിലുള്ളവർക്ക് ആ പാറയാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ പാറകളിൽ നമ്മൾ ഓടുന്നു, ചാടുന്നു, കിടക്കുന്നു, ഉരുളുന്നു, മറിയുന്നു, ഒരു പ്രശ്നവുമില്ല. അപ്പം ആ പാറ അവിടുത്തെ ദൈവം. അപ്പം ഞാൻ ഓർത്തു, കേരളത്തിൽ ജനിച്ചത് വളരെ നന്നായി എന്ന് ചിന്തിച്ചു. പക്ഷെ കേരളത്തിലെ സംബന്ധിച്ചും പല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതെന്താ ഈ മനുഷ്യന്മാർക്ക് ഇത് മനസ്സിലാകാത്തത് എന്നാണ്. കാലഘട്ടം ഇത്ര പുരോഗമിച്ചിട്ടും ഇന്നും വെള്ളിമൂങ്ങയും ഇരുതല മൂരിയൊക്കെ കോടിക്കണക്കിന് രൂപ വരുന്ന സംഭവമാണെന്നാണ് പലരും ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. ദോഷം മാറും, അനുഗ്രഹം കിട്ടും എന്നൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഒരു തമാശ ഞാൻ കണ്ടു. ധന ആകർഷണ വശീകരണ യന്ത്രം എന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ ആ പരസ്യം കൊടുത്ത ആളെ ഫോൺ വിളിക്കുന്നത് ഫേസ്ബുക്കിൽ കണ്ടതാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നൊന്നുമല്ല, ഇങ്ങനെ കണ്ടു. അപ്പോൾ ആ ചെറുക്കൻ ഇങ്ങനെ ചോദിക്കുകയാണ്, സാറേ ഇതിന് എന്താ വില? അപ്പോൾ അത് പറഞ്ഞു 5000 രൂപ. അന്നേരം ചോദിച്ചു, ഇത് വെച്ചാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി മാറുമെന്ന് ചോദിച്ചു. മാറും, അതെല്ലാം മാറും, എല്ലാ പരിപാടിയും മാറും, നിങ്ങൾക്ക് സമ്പത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ കുറേ അങ്ങോട്ട് ആവേശത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, സാറേ ഇതിന് എത്ര വിലയെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു 5000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇത്ര അധിക യന്ത്രം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ആയിരിക്കുമല്ലോ, അങ്ങനെയാണ് ഇത് ഫ്രീ തന്നൂടെ എന്ന് ചോദിച്ചു. പിന്നെ തന്നെ ഇത് 5000 രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം മറ്റേ അപ്പുറത്ത് തലക്കിലിരുന്ന ആൾക്ക് ദേഷ്യം വന്നു. അന്നേരം അയാൾ ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് ശരി, അപ്പം ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആളുകളുടെ കയ്യിലിരിക്കുന്ന ധനം ആകർഷിച്ച് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്ന യന്ത്രമായതല്ലേ എന്ന് വെച്ചു. അപ്പോഴത്തേക്ക് മറ്റേ പുള്ളി കട്ട് ചെയ്തു. അപ്പോൾ ഇത് ഞാനിങ്ങനെ കേട്ട് ചിരിച്ചൊരു തമാശ, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് വേറെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളപ്പോൾ തന്നെ എത്രയോ ആളുകളാണ് ഇത് 10,000-ഉം 1,00,000-ഉം 50,000-ഉം ഒക്കെ കൊടുത്ത് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്നുള്ളതല്ല നമ്മളെ ചോദ്യം. അതല്ല, എന്തുകൊണ്ട് ആളുകൾ ഈ കാലഘട്ടത്തിലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ എല്ലാം ഉള്ളിൽ മോക്ഷം തേടുന്ന ഒരു ആത്മാവുണ്ട്.
എവിടെയോ ഒരു ശൂന്യത മനുഷ്യനെ ഭരിക്കുന്നുണ്ട്. എവിടെ പോയാൽ എനിക്കൊരു ശാന്തി കിട്ടും, എവിടെ പോയാൽ എനിക്കൊരു മോക്ഷം കിട്ടും. ഇന്നും മനുഷ്യൻ മോക്ഷം തേടി കിലോമീറ്ററോളം അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിലോമീറ്ററുകളോളം നടന്നും യാത്ര ചെയ്തും മോക്ഷം തേടി മനുഷ്യൻ അലയുന്നു. നാണയത്തുട്ടുകൾ ചെലവാക്കുന്നു, പണം വാരി ചെലവഴിക്കുന്നു, നേർച്ച കാഴ്ചകൾ തീർത്ത യാത്രകൾ, പുണ്യകർമ്മ ക്രിയാദികളൊക്കെ ചെയ്യുന്നു. എന്താണ് ചോദ്യത്തിൻ്റെ ഉത്തരം? എവിടെ കിട്ടും മോക്ഷം? മോക്ഷം തേടി മനുഷ്യൻ അലഞ്ഞ് ഒടുവിൽ മോക്ഷം തേടി ഒരു മനുഷ്യനെ നരബലി കൊടുക്കാൻ തയ്യാറായി ഈ സാക്ഷര കേരളത്തിലെ ഇലന്തൂർ എന്ന പട്ടണത്തിൽ. ആ ബലി കൊടുത്ത ആളുകൾക്ക് മോക്ഷം കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല, ഉള്ള സ്വസ്ഥതയും കൂടെ പോയി ഇപ്പോൾ അകത്ത് കിടന്ന് ഉണ്ട തിന്നുകയാണ്. അപ്പം ഇത് നമ്മളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പിന്നെയും എന്ത് ചെയ്യും? അതുപോലെ തന്നെ ചില മണ്ടന്മാർ കാണിക്കുന്ന പരിപാടി, കാമുകനും കാമുകയും കൂടെ ഒരുമിച്ച് ജീവിക്കണം. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തപ്പോൾ ചിന്തിച്ചു ഭർത്താവിനെ അങ്ങ് കൊന്നുകളയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വളരെ സന്തോഷത്തോടെയാണ് രണ്ടുപേരും കൂടെ ചേർന്ന് ഭർത്താവിനെ കൊള്ളാനുള്ള പ്ലാനൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ ഈ മണ്ടന്മാർ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല, ഇങ്ങേര് ചത്താൽ ഇവർ പിടിക്കപ്പെടും, രണ്ടുപേരും ജയിലിലാവും, രണ്ടും രണ്ട് ജയിലിലോട്ട് പോകും, ജീവിതം അവിടെ വെച്ച് തീരും. ഈ ഒരുമിച്ച് ജീവിതമൊന്നും ഇത് എല്ലാം വളരെ കൃത്യമായിട്ട് ഇവർക്ക് അറിയാം. എന്നാലും അങ്ങേരെ കൊല്ലുന്നത് വരെ ഈ ബോധം അവർക്ക് വരികയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്ത മനുഷ്യൻ്റെ അകത്ത് കുടിയിരിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ തിന്മകളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ആ ഇരുട്ടിൻ്റെ ശക്തിയാണ് വിശുദ്ധ ബൈബിൾ ഈ ലോകത്തിൻ്റെ ദൈവം പാപം എന്നൊക്കെ സംബോധന ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മനുഷ്യൻ്റെ അകത്ത് ഈ പാപമെന്ന് പറയുന്ന വിപത്ത് കുടിയിരിപ്പുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇവിടുത്തെ ഭരണകൂടം മോശമായതുകൊണ്ടോ പോലീസ് അധികാരികൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നത്. പകരം മനുഷ്യനെ സകല തിന്മയിലേക്ക് നയിക്കുന്ന ഈ ഇരുട്ടിൻ്റെ ശക്തിയെ, ഈ പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടുത്തെ ഒറ്റ സംവിധാനങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചില ആളുകൾ പറയും, ആ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, ശരിയാ, മനുഷ്യൻ ഒരർത്ഥത്തിൽ പാപിയായിരിക്കാം, പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്ന ചേട്ടന്മാർ വേറെയുണ്ട്. ഞാൻ പാപിയല്ല, അല്ല ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാപിയല്ല എന്ന് പറയുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാപിയല്ല. നമ്മുടെ നാട്ടിലൊരു ചേട്ടൻ ഒരു 10 മൂർഖം പാമ്പിനെ വളർത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ഒരു 10 പാമ്പിനെ വളർത്തുന്നുണ്ട്. ഈ 9 പാമ്പ് സകല ആളുകളെയും കടിക്കാറുണ്ട്, മുറിവേൽപ്പിക്കാറുണ്ട്. പക്ഷെ ഒരു പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് വിഷമില്ല എന്നർത്ഥമുണ്ടോ? ഇന്ന് വരെ കടിച്ചിട്ടില്ല, അതുകൊണ്ട് വിഷമില്ലെന്ന് അർത്ഥമില്ല. ഇന്ന് വരെ കടിക്കാത്തത് കൊണ്ട് വായി കൈകൊണ്ട് വെച്ചാൽ എന്ത് ചെയ്യും? കടിക്കും, വിഷമേൽക്കും, ചികിത്സിച്ചില്ലെങ്കിൽ തട്ടിപ്പോകും. അപ്പം ഇന്ന് വരെ കടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിഷമില്ലെന്ന് അർത്ഥമില്ല. മനുഷ്യൻ ഇതുപോലെയാണ്. ഇന്ന് വരെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇന്ന് വരെ ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാപിയല്ലെന്നല്ല. നിന്റെ അകത്ത് പാപമെന്ന വിഷം ഇരിപ്പുണ്ട്. ഒരു നാളിൽ ഒരു ദിവസം അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ വരെ നമ്മുടെ സമൂഹത്തിൽ മാന്യരായി ജീവിച്ച പല ആളുകളും ഒരു സുപ്രഭാതത്തിൽ പത്രമെടുത്ത് നോക്കുമ്പോൾ പത്രത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴാണ് നമ്മൾ പറയും, അയ്യോ ഇവനോ, അയ്യോ ഇവളോ എന്ന് പെട്ടെന്ന് നമ്മൾ അതിശയത്തോടെ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അയ്യോ അവരങ്ങനെയുള്ള ആളുകളല്ല, അല്ലേ? കഷായത്തിൽ വിഷം കൊടുത്തു വന്ന ഗ്രീഷ്മയെക്കുറിച്ച് നാട്ടുകാരെന്താ പറഞ്ഞു? അയ്യോ അവളെപ്പോലൊരു നല്ല കൊച്ചെന്ന്, അങ്ങനല്ലേ പറഞ്ഞു? മിടുക്കി എന്നല്ലേ പറഞ്ഞു? പോലീസുകാർ പോലും പറഞ്ഞ മിടുക്കി എന്നാണ്, അല്ലേ? വേണ്ട, അതേ ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ ആ കേസിലെ പത്മകുമാറിനെ അനുപമയൊക്കെ കുറിച്ച് നാട്ടുകാരെന്താ പറഞ്ഞു? അയ്യോ അങ്ങനൊരു കുടുംബം അവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല, അത്രമാത്രം മര്യാദയുള്ളവർ, നല്ല മനുഷ്യരെന്നാ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സകല മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, ഒരു നല്ല മനുഷ്യരാണെന്ന്. പക്ഷെ സകല മനുഷ്യൻ്റെയും അകത്ത് ഈ പാപമെന്ന് പറയുന്ന വിപത്ത് കുടിയിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രഖ്യാപനം. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യരും പാപത്തിനടിമപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞത്, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ആദാമ്യ പാപം നിമിത്തം സർവ്വ മനുഷ്യരും പാപികളായി. അപ്പൊ ഇവിടെ ചില ആളുകൾക്ക് ചില ചോദ്യങ്ങൾ ശേഷിക്കും. എന്ത് ചോദ്യങ്ങളാണ്? ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ ഒരു പ്രസംഗം കഴിഞ്ഞിറങ്ങി ഒരു ചെറുപ്പക്കാരൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ കൊള്ളാം, നല്ല പ്രസംഗം. സാധാരണ ഞാൻ ഈ പെന്തക്കോസുകാരുടെ പ്രസംഗമൊന്നും അങ്ങനെ കേൾക്കത്തില്ല, പക്ഷേ നിങ്ങൾ സംസാരിച്ചത് ഞാൻ കുറച്ചൊന്ന് കേട്ടു, കുറേയൊക്കെ ശരിയാ. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ കുഴപ്പം എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞല്ലോ, 1-2 കാര്യങ്ങൾ അത്ര അങ്ങോട്ട് പോരാ. ഞാൻ ചോദിച്ചു, എന്നാ കാര്യമെന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറയുകയാണ്, അല്ല പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേനാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളുടെ ദൈവം?
അപ്പോൾ പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നതാണോ പാപം? ആരെ ഏതാൻറ്റിയാ? ആ, ഹവ്വ പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നു. കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. ഇന്നത്തെ പെണ്ണുങ്ങളെങ്ങാണ്ട് വേണേൽ കുരു പോലും തരത്തില്ലായിരുന്നല്ലോ എന്ന് പുള്ളി പറയുകയാണ്. അപ്പോൾ അന്ന് അവൾ സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവന് കൊടുത്തു. അതിനിപ്പോൾ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഈ ദൈവത്തിന്? അപ്പോൾ ഇന്നും പലരുടെ ചിന്ത അങ്ങനെയാണ്. ഒരു പഴം തിന്നതാണോ പാപം? വാസ്തവത്തിൽ ആപ്പിളെന്നോ ഓറഞ്ചെന്നൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പലരും ഇതെന്താക്കി വെച്ചിരിക്കുക? ആപ്പിളാക്കി വെച്ചിരിക്കുക. നല്ല പഴം ഏതായാലും വേറെ മോശപ്പെട്ട പഴമൊന്നും ആക്കിയില്ലല്ലോ. ആപ്പിളല്ലേ, നല്ല പഴമാണ്, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പം പലരുടെയും പോക്കറ്റിൽ പകുതി കടിച്ച ആപ്പിൾ ഇരിപ്പുണ്ട് അല്ലേ? ഹവ്വ കടിച്ച ആപ്പിള്. ആ, അപ്പോൾ ഒരു ആപ്പിൾ തിന്നതാണോ പാപം എന്നുള്ള ചിന്ത പലരുടെയും മനസ്സിലിങ്ങനെ ഉണ്ട്. കൊടങ്ങാവിളയോട് ആ സംശയം നമുക്ക് അങ്ങ് തീർത്തു പോകാം. കേവലം ഒരു പഴം തിന്നതാണോ പാപം? അല്ല. പിന്നെ എന്താ ഈ പാപം? രണ്ട് കുടുംബക്കാർ തമ്മിൽ അതിരുതർക്കം ഉണ്ടാകുന്നു. ശ്രദ്ധിക്കുക, രണ്ട് കുടുംബക്കാർ തമ്മിൽ വസ്തുതർക്കം ഉണ്ടാകുന്നു. രണ്ട് വീട്ടുകാർ തമ്മിൽ അടിയാകുന്നു. നാട്ടുകാർ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്നു, സമാധാനിപ്പിക്കാൻ നോക്കുന്നു. എൻ്റെ പൊന്നു ചേട്ടാ, എന്തിനാ ഈ മണ്ണിന് വേണ്ടി കിടന്ന് അടി ഉണ്ടാക്കുന്നത്? മേപ്പോട്ട് പോകുമ്പോൾ ഒരു മുട്ടുസൂചി പോലും കൊണ്ടുപോകത്തില്ല. ആർക്കാ ഇതൊക്കെ ചിന്തിക്കാൻ നേരം? മുട്ടുസൂചി പോലും കൊണ്ടുപോകത്തില്ലെന്ന് ഇവൻ അറിയാം. എന്നാലും ഇവൻ കിടന്ന് അടിയുണ്ടാക്കും അല്ലേ? മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, നല്ലൊരു ഉടുപ്പ് പോലും മേടിച്ചിടൂല. ഇങ്ങനെ കീറിയ ബനിയൻ. പെണ്ണുമ്പിള്ള 50 വട്ടം പറഞ്ഞാൽ കീറിയ ബനിയനെങ്കിലും ഒന്ന് മാറ്റി മനുഷ്യാന്ന് കേൾക്കുകയില്ല. ഒരു വണ്ടി മേടിക്കുകയില്ല. സൈക്കിളും ചവിട്ടി കീറിയ ബനിയനും വിട്ട് ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് അവസാനം ഒരു ദിവസം നെഞ്ചത്ത് ഒറ്റപ്പിടുത്തം അറ്റാക്ക് ഇതാ കിടക്കുന്നു. ആൾ തട്ടിപ്പോയി. ഒരു നല്ല ഭക്ഷണം കഴിക്കുകയില്ല, നല്ല വസ്ത്രം ഇടുകയില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വീട്ടുകാരോട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ചേട്ടാ ഒന്ന് സമാധാനപ്പെടും, മേപ്പോട്ടൊന്നും കൊണ്ടുപോകത്തില്ല, ക്ഷമിച്ച് കള. ഉടനെ പുള്ളി പറഞ്ഞു, ഞാൻ ക്ഷമിക്കത്തില്ല, എൻ്റെ വസ്തു കൊണ്ടിട്ട് ക്ഷമിക്കാനോ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ പോലീസുകാർ ഇപ്പുറത്തെ വീട്ടിൽ വന്നു. അമ്മാമേ, ഇപ്പോൾ സഹോദരി നിങ്ങളെങ്കിലും അങ്ങ് ക്ഷമിക്കും. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നവരൊക്കെ അല്ലേ, നിങ്ങളൊക്കെ പാടുന്ന ഞാനും കേട്ടിട്ടുണ്ട്, മണ്ണെ പ്രതി മാണിക്യം. പിന്നെ അമ്മച്ചി പറഞ്ഞു, അത് വേറെ മണ്ണ്, വേറെ മാണിക്യം, ഇത് അങ്ങോട്ട് പോയ സാറ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയും സമ്മതിക്കാൻ തയ്യാറല്ല. പറയുമ്പോൾ പുറത്തുള്ളവർ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മളെ കൂടെ പറയട്ടെ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. മുട്ടുസൂചി പോലും കൊണ്ടുപോകത്തില്ല, നമുക്കും അറിയാം, പക്ഷേ വിട്ടു കൊടുക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അടിമൂത്ത് കഴിഞ്ഞപ്പോൾ പോലീസുകാർ റവന്യൂ വകുപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിക്കണം. അപ്പോൾ കോടതി കേസെടുക്കാൻ പറഞ്ഞു. എന്നാൽ കേസെടുക്കും, കോടതി വിധി എന്താണെന്ന് വരുന്നവരെ ഇവിടെ തമ്മിലടിക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. രണ്ട് വീട്ടുകാരും സമ്മതിച്ചു. പോലീസ് ഉടനെ പറഞ്ഞു, അതേ ആ മത്തായിയുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയറിഞ്ഞ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ കൊല്ലത്തുകാർ വള്ളിക്കയറ്, എഴക്കയറെന്ന് പറയും. നിങ്ങൾ തിരുവനന്തപുരത്തുകാർ ചല്ലിയെന്നോ അല്ലേ, പൊച്ചം അങ്ങനെയൊക്കെയാണ് പറയുന്നത് എൻ്റെ അറിവ്. ശരി, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ 2 രൂപയുടെ വള്ളിക്കയറ് മേടിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു തിരിച്ച് കെട്ടി എല്ലാം അങ്ങോട്ട് ഉറപ്പാക്കി കുറ്റി അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കാതെ. കേട്ടല്ലോ? കേട്ടു. നിങ്ങൾ കേട്ടു? ആ, 2 പേരും കേട്ടു. പോലീസും പോയി, റവന്യൂവും പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ ആ ഒരു വീട്ടിലെ ചെറുക്കനുണ്ട്, തലതെറിച്ച ചെറുക്കൻ. ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അവനൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറും കെട്ടിവെച്ചിട്ട് പോയേക്കുന്നു. കയറെല്ലാം മുറിച്ചങ്ങ് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വരുന്നു. ആരാടാ കയറ് മുറിച്ചത്? അതുകൊണ്ടല്ല, അവനാ സാറേ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പാടാന്നും പറഞ്ഞ് പിടിച്ചു. ചെവിക്കല്ലിനിട്ട് ഒറ്റ അടിയും കൊടുത്തു. കേരള ജീപ്പിലെന്നും പറഞ്ഞ് എടുത്ത് അങ്ങോട്ടിട്ടു. ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ടൊരു അമ്മച്ചി ആ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്. അമ്മച്ചി എങ്ങോട്ട് നോക്കിയിട്ട് പറയാ, അയ്യോ എന്തരടി ആ കൊച്ചിനെ ഇട്ട് അടിക്കുന്നേ, 2 രൂപയുടെ കയറ് മുറിച്ചതിന് ഇങ്ങനെ ഇട്ട് അടിക്കണോ? ഇപ്പം പിടി കിട്ടി. അപ്പോൾ പലർക്കും കാര്യം ഇപ്പോഴാണ് പിടി കിട്ടിയത്. അത് ശരിയാ, 2 രൂപയുടെ കയറ് മുറിച്ചതിന് കൊച്ചിനെ തല്ലുന്നതിന്. അതുകൊണ്ട് മത്തായുടെ കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. എന്നാൽ ഞാൻ വേണേൽ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ചോ, എന്നിട്ട് ആ കൊച്ചിനെ അങ്ങോട്ട് വിട്ടേ. അങ്ങനെ വിടുവോ? ഒരു വണ്ടി കയറ് പകരം മേടിച്ചു കൊടുത്താൽ കൊച്ചിനെ അങ്ങ് ഇറക്കി വിടുവോ? ഇല്ല. എന്തുകൊണ്ടാ? 2 രൂപയുടെ കയറ് മുറിച്ചതിനല്ല അടി, നിയമലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നിയമലംഘനം നടന്നു. ഇനി ഒരു വണ്ടി കയറ് കൊടുത്താലും നടപടിക്രമങ്ങളിലൂടെ ജാമ്യമെടുത്ത് പുറത്തു വരണമെന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ നിയമമെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി മാറ്റം വരാത്ത ദൈവത്തിൻ്റെ നിയമം മനുഷ്യൻ ലംഘിച്ചു. അതുകൊണ്ട് കൽപ്പനാ ലംഘനം, നിയമലംഘനം, അതാണ് മനുഷ്യൻ്റെ അകത്ത് പ്രവേശിച്ച പാപം. അല്ലാതെ പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നേന് മെനക്കേടുണ്ടാക്കിയ ദൈവത്തെ അല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ദൈവം മനുഷ്യരോട് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ, അരുത് എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്നു. നിയമലംഘനം നടന്നിരിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ പാപത്തിലായെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, ആദമോ ഹവ്വയും പാപം ചെയ്തെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞു,
ആദാം എന്ന് പറയുന്ന ഏക രക്തത്തിൽ നിന്നാണ് കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതെല്ലാം മനുഷ്യനല്ലേ? ഏത് വിഭാഗത്തിൽപ്പെട്ടാലും, ഏത് കളർ പിടിച്ചാലും, കൊടി പിടിച്ചാലും, നിറം, ജാതി, മത, വർണ്ണ, വർഗത്തിൽ അവൻ ഊന്നി നിന്നാലും എല്ലാത്തിൻ്റെയും പേര് ഒന്നാണ്, മനുഷ്യൻ. മനുഷ്യനെ ഒന്നുപോലെ കാണാൻ, ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, ഒന്നുപോലെ സ്നേഹിക്കാൻ കഴിയാത്തവനൊന്നും മനുഷ്യനല്ല, അല്ലേ? മനുഷ്യനെ മനുഷ്യനായി കാണണം, സകലരെ ഒന്നുപോലെ കാണാൻ, ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ. അതിന് കഴിയാത്തവനൊന്നും മനുഷ്യനല്ല. അവൻ ഏത് വിശ്വാസിയായാലും, അവൻ എത്ര ദൈവങ്ങളെ കുമ്പിട്ടാലും അടുത്തുള്ള മനുഷ്യനെ മനുഷ്യനായി കാണാൻ, കൂടപ്പുറപ്പായി കാണാൻ കഴിയുന്ന ഒരു മനസ്സില്ലെങ്കിൽ അവന് ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം അവൻ മനുഷ്യനാണെന്ന് പറയാൻ കഴിയില്ല. കാരണം മനുഷ്യൻ ഒറ്റ രക്തത്തിൽ നിന്നാണ് പിറന്നിരിക്കുന്നത്. ആദാം എന്ന് പറയുന്ന ഏക രക്തത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. പിന്നെ ഈ മനുഷ്യന്മാരാണ് ഇതിനെയൊക്കെ കാറ്റഗറി തിരിച്ച്, അതാണ് പണ്ട് യേശുദാസ് പാടിയത്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണിനടി ഉണ്ടാക്കുന്ന അങ്ങേര് പാടിയപ്പോൾ ആരും അങ്ങേരെ ഇരുട്ടടി അടിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. കാരണം അങ്ങേര് പാടിയത് സത്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന സകലർക്കും അറിയാം. ഈ മെനകേടെല്ലാം ഉണ്ടാക്കി വെച്ചത് ഈ മനുഷ്യന്മാർ തന്നെയാണ്. ഒരു പ്രശ്നവുമില്ല. അപ്പുറത്തുള്ളവൻ എൻ്റെ കൂടപ്പിറപ്പാണ്, കൂട്ടു സഹോദരനാണ്, എന്നെ അവനെ സൃഷ്ടിച്ച ഒരു ദൈവമാണ്, ഞങ്ങൾ കൂടപ്പിറപ്പുകളാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ നാട്ടിലുള്ളൂ. പക്ഷെ അങ്ങനെ ചിന്തിക്കില്ലല്ലോ. അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഭൂതമാണ് ഇവൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. അതിൻ്റെ പേരാണ് പാപം. മനുഷ്യനെ കാറ്റഗറി തിരിച്ചു കാണാനും കാറ്റഗറി തിരിച്ച് സ്നേഹിക്കാനും മനുഷ്യനെ കൂടപ്പിറപ്പായി കാണാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിൽ മനുഷ്യനെ നിസാരമായി കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൂടപ്പിറപ്പായ മനുഷ്യന്റെ കഴുത്തറുക്കാനും കയ്യും കാലും വെട്ടി എറിയാനും മടിയില്ലാത്തൊരു തലമുറ ഇവിടെ ഇന്ന് എഴുന്നേറ്റിരിക്കുന്നെങ്കിൽ അതിനൊറ്റ കാരണമാണ് അവൻ പാപത്തിലാണെന്നുള്ളതാണ് വിഷയം. അല്ല, പാപത്തിലല്ല, അവനൊരു ആവേശം കൊണ്ട് ചെയ്തു പോയതാണെങ്കിൽ ഇവിടുത്തെ നിയമം അവന് കൊടുക്കുന്ന ശിക്ഷാവിധി കൊണ്ട് അവൻ തിരുത്തപ്പെടണ്ടേ? വേണ്ടേ? പോക്കറ്റടിക്കാരനായി ജയിലിലേക്ക് അയക്കുന്നവൻ മാനസാന്തരപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത നമ്മൾ കേട്ടിട്ടില്ല. അവൻ സകല അടവും പഠിച്ച തികഞ്ഞ കള്ളനായിട്ടാണ് പുറത്ത് വരുന്നത്. പിന്നെ ജയിലിൻ്റെ അകത്തുനിന്ന് ഒരുത്തൻ കൊലപാതകി മാനസാന്തരപ്പെട്ട് പുറത്ത് വന്നൊരു വാർത്ത നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഉപദേശി കയറിയിട്ടുണ്ട്, അല്ലാതെ വരികയില്ല. ഇവിടുത്തെ ശിക്ഷാ നിയമങ്ങളൊക്കെ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുമായിരുന്നെങ്കിൽ നമ്മുടെ നാട് സ്വർഗമായി മാറിയാനല്ലോ. പക്ഷേ പകരം ഇന്നും ജയിലറകൾ പൊളിച്ച് പുതിയത് പണിയേണ്ടി വരും. പാസ്റ്ററെ, ഞാൻ സ്റ്റീവ, എന്നാ എനിക്കിന്ന് കോളേജിൽ ഒരു 500 രൂപ കൊടുക്കണമായിരുന്നു. പപ്പ അത് തരാൻ പുള്ളിക്ക് താല്പര്യം ഉണ്ടോ എന്നൊന്ന് ചോദിക്കാവോ? മനസ്സിലായോ? ആരുടെ അപ്പനാ? എൻ്റെ അപ്പനാണോ പുള്ളിയുടെ അപ്പനാണോ? പുള്ളിയുടെ അപ്പനാ. പക്ഷേ ചോദിക്കുന്ന ആരുടെ അടുത്താ? എൻ്റെ അടുത്താ. അപ്പം ഞാൻ വിളിച്ച് ചോദിക്കുകയാണ്, സ്റ്റീവിന് 500 കൊടുക്കാൻ താല്പര്യമുണ്ടോ? നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാനിന്ന് കൊടുക്കാം. ഉടനെ ഞാൻ സ്റ്റീവിനെ വിളിച്ചിട്ട് പറയാം, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ഇടപെട്ടത് കൊണ്ട് നിനക്ക് കിട്ടും. അപ്പം ഞാൻ ഇടപെട്ടുകൊണ്ടാണ് കിട്ടുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം എന്തുവാ? ഇതാണ് ഇന്നിവിടെ നടക്കുന്നത്. രക്ഷിക്കപ്പെട്ടവനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നെന്നാണ്. അപ്പം രക്ഷിക്കപ്പെട്ടവനും ദൈവവും തമ്മിലുള്ള ബന്ധം അപ്പനും മക്കളുമാണ്. പക്ഷേ ഈ അപ്പൻ പുള്ളിയോട് മിണ്ടൂല. പുള്ളിക്ക് ഈ അപ്പന് തന്നെക്കുറിച്ചുള്ള കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ പുള്ളി TV കാണുന്ന പ്രവാചകനെ വിളിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പം എന്നെ വിളിച്ച പോലെ സ്റ്റീവ് ഇപ്പം തലേ കയറി ചിലർക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ അപ്പൻ നമ്മളോട് മിണ്ടൂല. നമ്മളെക്കുറിച്ചുള്ള കാര്യം അറിയണമെങ്കിൽ ബി 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 ബാബു വരണം. മനസ്സിലായില്ല? എന്നിട്ടും ബാക്കി ഉപവാസ പ്രാർത്ഥനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, അവിടെ പഠിപ്പിക്കാം. കുറേയൊക്കെ പഠിപ്പിക്കേണ്ടതാകത്താണ്. ലൈവിൽ ആളുകൾ കാണുന്നവർ വിഷമിക്കും, വേണ്ട, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരിക. ശ്രദ്ധിച്ചു. അപ്പോൾ പിശാചെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ചുമ്മാ പിശാച് രാവിലെ മറിയാമ്മ അയല വെട്ടിയപ്പം അതിലേക്ക് പറന്നു പോയ ഒരു കാക്ക ഒരു മുള്ളു കൊത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ പോയി. ഇപ്പോൾ കാലേന്ന് അടർന്ന് വീണത് കാണാൻ വെന്തിക്കോസുകാരനെ വിട്ടതായി. ഒരു അയലയുടെ മുള്ളു കിടക്കുന്നു, ബന്ധനം. എന്തൊക്കെയാണോ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ പറയുന്നത്, പിശാചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടതിനും കേട്ടതിനും എല്ലാം പിശാചിൻ്റെ മണ്ടയ്ക്ക് പോയി കയറണ്ട. അവനെക്കുറിച്ച് അറിയാൻ വേണ്ടി 1-2 കാര്യം പറയാം. ഈ പിശാചെന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ ഹ്യൂമൻ ബോഡി. ഒരു മാനുഷിക ശരീരമുള്ള ഒരാളല്ല. രാവിലെ വന്ന് ഗുഡ് മോർണിംഗ്, ഞാനാണ് പിശാച്, ഇന്ന് നിങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുകയാണ്, ലഞ്ച് ഡിന്നറും കഴിച്ചിട്ട് പോകാം എന്ന് പറയുന്ന ഒരാളല്ല പിശാച്. പിശാചിനെ കുറിച്ച് ബൈബിൾ അവതരിപ്പിക്കുന്നത് ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അവനൊരാത്മാവാണ്. മനസ്സിലാകുന്നുണ്ടോ?
എന്നാൽ ഇവൻ എന്നും പ്രവർത്തിക്കാൻ ഏതെങ്കിലും ഒരു ശരീരം വേണം. അത് മനുഷ്യനായാലും പിണക്കയില്ല, മൃഗമായാലും പിണക്കയില്ല എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. മനുഷ്യനായ പിണക്കയില്ലെന്ന് പറഞ്ഞ ഇവിടെ ഗദരദേശത്ത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇവൻ കയറി. യേശുക്രിസ്തു വന്നിട്ട് പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞപ്പോൾ ഇവൻ എങ്ങോട്ട് കയറി? പന്നിക്കൂട്ടത്തിലൂടെ. അപ്പോൾ മനുഷ്യനായാലും മൃഗമായാലും അങ്ങേർക്ക് പിണക്കം വന്നില്ല, എവിടെ ആയാലും കയറുന്നവനാണ് ഈ പിശാച്. കാരണം അവനൊരു ആത്മാവാണ്, ഇരുട്ടിൻ്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അവനെന്നും പ്രവർത്തിക്കാൻ ഒരു ശരീരം വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എടീ നീ കേട്ടില്ലോടി, എന്താടി എടീ തൂങ്ങിച്ചത്ത സുമതിയുടെ പ്രേതം അപ്പുറത്തെ രമണിയിൽ വന്നെന്ന് പറഞ്ഞ് നമ്മൾ ഓടിച്ചെല്ലത്തില്ലേ? ഓടിച്ചെല്ലുമ്പോൾ കാണും സുമതി സംസാരിച്ച പോലെ രമണി സംസാരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? മരിച്ച സുമതിയുടെ ആത്മാവ് വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ചുകൊണ്ട് വന്നെന്നാണോ? അല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവനാണ്. അല്ലാതെ മരിച്ച ആരുടെ ആത്മാക്കൾ ഇങ്ങനെ അലഞ്ഞു വരുത്തിയൊന്നുമില്ല. അതൊന്നും കൊണ്ട് അങ്ങനെയൊന്നും ആരും പേടിക്കരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാർ പറയുന്നത്, 10 പേര് തൂങ്ങിച്ചത്ത വീടുണ്ടോ, ആർക്കും വേണ്ടെങ്കിൽ ഇങ്ങോട്ട് താ, ഞങ്ങൾ താമസിച്ച് പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം. അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന്. 5 കല്ലറയുള്ള വീട് കൊടുക്കാനിട്ടേക്കുന്നു, കല്ലറയുള്ളതുകൊണ്ട് ആരും എടുക്കുന്നില്ലെന്ന്. ചുള്ളു വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ അടിച്ചെടുക്കും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ മരിച്ച ആരുടെ ആത്മാക്കളൊന്നും ഇങ്ങനെ വേഷം ധരിച്ച് വരികയല്ല. അതൊക്കെ ഈ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച പരിപാടിയാണ്, അല്ലേ? സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കിയ പരിപാടിയാണ്. ഈ സീരിയൽ ഒരു പരിധി വരെ കുടുംബങ്ങളെ നശിപ്പിച്ച് വെച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ തന്നെ പറയുന്നത്, അല്ലേ? ഇന്നാൾ ഞാൻ കണ്ടു ഒരു ഫേസ്ബുക്കിൻ്റെ അകത്ത് ഒരു അമ്മച്ചി ഒരു ഒലക്കയും കൊണ്ട് TV അടിച്ച് പൊട്ടിക്കാൻ നിൽക്കുക. കാര്യം സീരിയലിനകത്തുള്ള പെണ്ണിനെ തല്ലാനാ. അവർക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിറച്ച് നിൽക്കുന്നുണ്ട്. അത്രയും മനുഷ്യനങ്ങ് അകത്ത് കയറിയിരിക്കുന്ന ഒരു അനുഭവത്തിലായി പോയി ഇതാ. പിന്നെ പെന്തിക്കോസുകാർക്ക് ഒട്ടും മോശമൊന്നുമല്ല സന്ധ്യാപ്രാർത്ഥനയൊക്കെ പോയത് ഈ ദുരന്തം വന്നതിന് ശേഷം, അല്ലേ? ഈ ദുരന്തം വന്ന് 7 മണി തൊട്ട് 10 വരെ സീരിയലിൻ്റെ മുമ്പിലിരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങല. എന്നാലും പ്രാർത്ഥന എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ പോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. പിശാചെന്ന് പറഞ്ഞാൽ ഈ വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് പാഞ്ഞു വരുന്നൊന്നുമല്ല. അതൊക്കെ ഈ സീരിയലുകാർ കാശുണ്ടാക്കി വെച്ച പരിപാടിയാണ്. പിശാച് സാരി കൊടുത്ത് പാട്ടും പാടി പുകയും പുകച്ച് വരുന്നു, അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു, പിശാച് അലറിക്കൊണ്ട് ഓടുന്നു. ഇത് കണ്ടപ്പം ക്രിസ്ത്യാനിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. കുരിശ് കണ്ടാൽ പിശാച് ഓടുമെന്നൊരു ചിന്തയും അന്ന് പോലെ എല്ലാത്തിൻ്റെയും കഴുത്തി മുട്ടം കുരിശും മേടിച്ചിട്ടുണ്ടാണ് നടക്കുന്നത്. ഞാനൊരു ചോദ്യം ലളിതമായി ചോദിക്കട്ടെ. കുരിശ് കണ്ടാൽ പിശാച് ഓടുമെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലം പറ ഉറക്കെ പറ. സെമിത്തേരി, അല്ലേ? മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമെൻറ്റിൻ്റെ കുരിശ്, അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള കുരിശാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ എവിടെ ആയിരിക്കണം? സെമിത്തേരി ആയിരിക്കണം. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലവും എവിടെ ആയിരിക്കണം? സെമിത്തേരി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുർബാന കഴിക്കേണ്ടത് പള്ളിയിലാണോ സെമിത്തേരിയിലാണോ? സെമിത്തേരിയിൽ. പോയാലോ 10 മണി കഴിഞ്ഞാൽ രക്തം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അതുവഴി പോവുകയില്ല. ഇത്രയും കുരിശ് അവിടെ ഉണ്ടായിട്ട്. അപ്പോഴാണ് ഈ പൊട്ട കുരിശും കരുത്തിലിട്ടുകൊണ്ട് ഇപ്പം പിശാച് കൊടുത്ത് എന്തെല്ലാം പൊട്ടത്തരമാണ് വിളിച്ചുകൊണ്ട് നടക്കുന്നറിയാം. അപ്പം ഇതെല്ലാം സീരിയലുകാരുണ്ടാക്കി വെച്ച പരിപാടിയാണ്. പോട്ടെ, നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ പിശാചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മാനുഷിക ശരീരമുള്ളവനല്ല, ഒരു ഇരുട്ടിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഈ ഇരുട്ടിൻ്റെ ആത്മാവ് അവനാണ് ഈ മനുഷ്യൻ്റെ അകത്ത് പ്രവേശിച്ചിട്ട് സകലമാന തിന്മകളിലേക്കും മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, സകല തെറ്റുകളിലേക്കും മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തെറ്റുകളെക്കുറിച്ച് മനുഷ്യൻ വിളിച്ചു പറയുമ്പോൾ, നമ്മളെപ്പോലുള്ള ആളുകൾ വിളിച്ചു പറയുമ്പോൾ, അപ്പോൾ ഒരുത്തൻ ഇത് കാണുമ്പോൾ കൊഞ്ഞനെ കുത്താനും ചീത്ത വിളിക്കാനും അവന് കൂകാനും ഒക്കെ തോന്നുന്നത് അവൻ്റെ അകത്ത് ഇവൻ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇവൻ്റെ എല്ലാ അകത്ത് ഈ ഭൂതം ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യല്ലേ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ തെറ്റ് പറഞ്ഞാൽ പലർക്കും ഭയങ്കര ഇഷ്ടമായി. ഇപ്പം നമ്മളിപ്പോൾ കൊടങ്ങാവള ജംഗ്ഷനിൽ ചുംബന സമരം നടത്തിയെന്ന് വെച്ചു, ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും വരും, ഇല്ലേ? അങ്ങനല്ലേ? അങ്ങനെയാ. അതേസമയം ഒരുത്തൻ അവിടെ മാറി നിന്ന് ചുംബിക്കല്ലേ, അത് തെറ്റാന്ന് പറഞ്ഞാൽ അവനെ കാലേ വാരി ഭിത്തിയിലോട്ട് ഒറ്റയടി. അതാണ് മനുഷ്യൻ, നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അപ്പോൾ തെറ്റുകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹം, നന്മയിലേക്ക് നടക്കാൻ സമ്മതിക്കാത്ത ഒരു സമൂഹം. അതാണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അല്ലാതെ ആളുകൾക്ക് ജനിച്ച കാലം തൊട്ട് ഞാനൊരു വലിയ കുറ്റവാളിയായി മാറണമെന്നും പറഞ്ഞൊന്നും ട്യൂഷൻ എടുത്ത് ജീവിച്ചു വന്നവരൊന്നും അല്ല നമ്മുടെ നാട്ടിൽ തെറ്റിപ്പോയ ചെറുപ്പക്കാരൊക്കെ. ഓരോ സാഹചര്യങ്ങളിൽ ഈ ഇരുട്ടിൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ടു പോകുന്ന മനുഷ്യനാണ് നമ്മൾക്ക് ചുറ്റുവട്ടത്തുമുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, സർവ്വ മനുഷ്യരും പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടു പോയി. ഈ പാപത്തിൽ നിന്ന് മോക്ഷം തേടി, ഇന്നലെ അവിടെ നമ്മൾ ചിന്തിച്ചത്, പാപത്തിൽ നിന്ന് മോക്ഷം തേടി കാലങ്ങളായി മനുഷ്യൻ തീർത്ഥയാത്രകൾ, മോക്ഷയാത്രകൾ ഒത്തിരിയൊക്കെ നടത്തി, നേർച്ച കാഴ്ചകൾ നടത്തി, പുണ്യകർമ്മ ക്രിയാദികൾ നടത്തി, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. 5 വർഷമായി മോക്ഷം തേടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവനെ വിളിച്ചിട്ട് ചോദിക്കണം, 5 വർഷമായില്ലേ മോക്ഷം തേടി? അപ്പോൾ കിട്ടിയോ? അതൊന്നും അറിയത്തില്ലേ, അടുത്ത വർഷം പോകണം എന്ന് പറഞ്ഞ് അവനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഏറ്റവും അടുത്തൊരു അനുഭവം പറയാം. ഞാൻ ചില കാലങ്ങൾക്ക് മുമ്പാണ് ഈ തിരുവനന്തപുരത്ത്, നമ്മുടെ ഇവിടെ അടുത്ത പ്രദേശമാണല്ലോ വെള്ളറട, അല്ലേ? വെള്ളറട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനായ ദൈവദാസനുണ്ട്. അദ്ദേഹം കോട്ടയംകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ സിയാദ് മുഹമ്മദ് ഇബ്രാഹിം എന്നാണ്. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്ത്, വെള്ളറടയ്ക്ക് അടുത്ത് വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട്. അപ്പം ഞാനും അവിടെ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്നെ കൂടി കൂട്ടിയിട്ട് എന്നെ കൊട്ടാരക്കര സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ എവിടെ കാണും?
വെള്ളറട ജംഗ്ഷനിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. ശരി, ആദ്യം മീറ്റിംഗ് തീരുന്ന ആൾ വെള്ളറടയിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. എൻ്റെ മീറ്റിംഗ് ആദ്യം കഴിഞ്ഞു, ഞാൻ വെള്ളറടയിൽ വന്നു. വെള്ളറടയിൽ വന്ന് ഞാൻ അദ്ദേഹത്തെ നോക്കി നിൽക്കുമ്പോൾ കുറച്ച് സമയമായി, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്തൊരു ബേക്കറി കണ്ടു. ആ ബേക്കറിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഞാൻ കുടിക്കാനായിട്ട് നാരങ്ങ വെള്ളം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആ ബേക്കറിക്കാരനായ ചെറുപ്പക്കാരൻ, അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, അദ്ദേഹം അന്നേരം എന്നോട് ചോദിച്ചു, താങ്കളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സാധ്യതയില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. അല്ലല്ല, എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ കൊല്ലത്തുകാരനാണ്. ആഹാ, എന്താ ജോലി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജോലി സുവിശേഷ വേലയാണ്, പാസ്റ്ററാണെന്ന് പറഞ്ഞു. അത് പറ, ഇവിടുത്തെ മതലയിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുമല്ലയോ ഫോട്ടോ, അതേ കണ്ടതാണ്. അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളാണ് ഷമീർ കൊല്ലം. ഞാൻ പറഞ്ഞു, അതെ. എന്നാലും നിങ്ങളൊക്കെ എന്തിനാപ്പാ ഇങ്ങനെ പോയത്? അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓൻ ഞമ്മൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. അല്ല, എന്നാലും നിങ്ങൾക്കൊക്കെ എന്താ ഇത് പറ്റിയല്ല, ആരും ഇങ്ങനൊന്നും പോവുകയല്ല, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതൊന്നും പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. ഒറ്റയടിക്ക് ഒരു രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചാടി കയറി പെന്തിക്കോസുകാരുടെ തുള്ളാൻ പോയതല്ല. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്, ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും നിങ്ങളൊക്കെ ഇങ്ങനെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആര് കയറി വരുന്നു? സിയാദ് മുഹമ്മദ് കയറി വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല, അതെ ഇങ്ങേരും പോയെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങളും പോയോ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു, ഞാനും പോയെന്ന് പറഞ്ഞു. ഇങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതൻ സിയാദ്, അദ്ദേഹം ഒരു രസികനാണ്, അദ്ദേഹം പറഞ്ഞു, സഹോദരൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ പേര് സലീം എന്നാണെന്ന് പറഞ്ഞു. ശരി സലീം, താങ്കളൊരു നല്ല ഒരു ഭക്തനായ ഒരു മനുഷ്യനാണ്, മറ്റ് അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇടപെടാതെ ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന, അത്യാവശ്യം ദൈവഭയമൊക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനാണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സിയാദ് ചോദിച്ചു, സഹോദര, നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, മരണം കഴിഞ്ഞ് ന്യായവിധിക്കായി നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന സമയം. അതെ, അങ്ങനെ മരണത്തിനപ്പുറത്ത് ന്യായവിധിക്കായി നിൽക്കുമ്പോൾ തലയിൽ ഒരു മുടിനാരിടെ എടുത്ത് അതിനെ 7ആയി കീറിയിട്ട് നരകത്തിൻ്റെ കുറുകെ പാലം കെട്ടിയിട്ട് അതിലൂടെ മനുഷ്യനെ നടത്തുമ്പോൾ പാപം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാതെ ജീവിച്ച ആളുകൾ നരകത്തിലേക്ക് വീഴുമെന്നും ദൈവത്തിനായി ജീവിച്ചവർ അപ്പുറം എത്തുമെന്നൊക്കെ കുഞ്ഞുനാളിൽ നമ്മുടെ ഉമ്മയും ബാപ്പയൊക്കെ നമ്മളെ പഠിപ്പിച്ച കഥ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മരണത്തിനപ്പുറത്തുള്ള നരകത്തിൻ്റെ അറിവ്, അതൊക്കെ അറിയാം. അപ്പോൾ സിയാദ് ചോദിച്ചു, സത്യസന്ധമായി, ഇപ്പോൾ കള്ളം പറയരുത്, സത്യസന്ധമായി പറയണം, സലീമൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു മുടിയെടുത്ത് 7ആയിട്ട് കീറിയിട്ട് നരകത്തിൻ്റെ കുറുകെ കെട്ടിയിട്ട് നടത്തിയാൽ, ഇന്ന് വരെ ഒരു ഭക്തനായിട്ടൊക്കെ ജീവിച്ചിട്ട് നല്ല മനുഷ്യനാണ് താങ്കൾ എന്നെനിക്ക് തോന്നുന്നു, അതുകൊണ്ട് സത്യസന്ധമായി പറ, താങ്കൾ അപ്പുറത്ത് പോകുമോ എന്ന് ചോദിച്ചു. ഉടനെ ആ സലീം എന്ന് പറഞ്ഞ മനുഷ്യൻ അല്പം ചിരിച്ചുകൊണ്ട്, തമാശയിലൂടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സിയാദെ, കരമനയിലെ കിള്ളിപ്പാലം കൊണ്ടുവച്ചാൽ ഞാൻ അപ്പുറത്ത് പോവുകയല്ല, പിന്നല്ലേ മുടിയെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സകല മനുഷ്യൻ്റെയും അകത്തൊരു ചിന്തയുണ്ട്, എവിടെ കിട്ടും മോക്ഷം? മോക്ഷം തേടി മനുഷ്യൻ അലയുകയാണ്. എങ്ങനെ കിട്ടും മോക്ഷം? എവിടെ കൊടുത്താൽ, എന്ത് കൊടുത്താൽ എങ്ങനെ കിട്ടും മോക്ഷം എന്ന് പറഞ്ഞ് മനുഷ്യൻ അന്വേഷിക്കുകയാണ്. കാലങ്ങളായി മോക്ഷം തേടിയാണ് മനുഷ്യൻ ഈശ്വരന്മാരോട് അടുക്കുവാൻ ശ്രമിച്ചത്, ദൈവങ്ങളോട് അടുക്കാൻ ശ്രമിച്ചത്. മോക്ഷം തേടിയിട്ടാണ് മനുഷ്യൻ ഇന്നും പ്രാർത്ഥനകൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് മോക്ഷം കിട്ടുക? മോക്ഷം അന്വേഷിക്കുന്ന ഒരു മനസ്സ് മനുഷ്യൻ്റെ അകത്തുണ്ട്, ഒരു ശൂന്യത മനുഷ്യൻ്റെ അകത്തുണ്ട്. എന്തെല്ലാം നേടിയാലും, ഏതെല്ലാം ലെവലിലെത്തിയാലും, എത്ര വലിയ വീട് വെച്ചാലും, എന്തെല്ലാം കാർ വാങ്ങിയാലും, ഏതെല്ലാം നിലയിൽ ജീവിതം സമൂഹത്തിന്റെ നടുവിൽ ഉയർന്നു എന്ന് നമുക്ക് തോന്നിയാലും അവൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാ സമ്പത്തോടും കൂടി ജീവിച്ച ആളുകൾ ഒരു പ്രഭാതത്തിൽ കുടുംബമായി ആത്മഹത്യ ചെയ്യുന്നു. കാണുന്നില്ലേ? പണത്തിൻ്റെ കുറവ് അവർക്കില്ല, മക്കളുടെ കുറവ് അവർക്കില്ല, കുടുംബജീവിതത്തിൻ്റെ കുറവ് അവർക്കില്ല, അവർക്ക് സകലതുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഇപ്പോഴും ചോദിക്കുകയാണ്, ഇവർ എന്തിനിത് ചെയ്തു എന്നാണ് നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നത്. ആർക്കും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു ശൂന്യതയാണ് അവിടുത്തെ ഉത്തരം. മനുഷ്യൻ്റെ അകത്ത് മോക്ഷം തേടുന്ന ഒരു മനസ്സുണ്ട്, ശൂന്യമായ ഒരു അവസ്ഥയുണ്ട്. ആ മോക്ഷത്തിനായി മനുഷ്യൻ കാലങ്ങളായി ഈശ്വരന്മാരുടെ നിലവിളിച്ചു, പാപമെന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. തമസോമാം ജ്യോതിർഗമയ എന്ന് മനുഷ്യൻ നിലവിളിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവാനെ എന്ന് മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഇസ്ലാമിക സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം വിളിച്ചു, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്ന പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം ഹദീസുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. കാരണം എന്താ? മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഒരു ശൂന്യത, ഒരു വിപത്തുണ്ട്. അതിൽ നിന്നൊരു മോക്ഷം തേടി കാലങ്ങളായി മനുഷ്യൻ നേർച്ചകാഴ്ചകളും തീർത്ഥയാത്രകളും പുണ്യകർമ്മക്രിയാദികളും ഒക്കെ നടത്തി നോക്കി കിട്ടിയില്ല. നാണയത്തൊട്ടുകൾ വലിച്ചെറിഞ്ഞ് നോക്കി കിട്ടിയില്ല. മോക്ഷം തേടി ദൈവങ്ങളെ കാണാൻ പോയി കിട്ടിയില്ല. എവിടെ കിട്ടും മോക്ഷമെന്ന് അലഞ്ഞ മനുഷ്യൻ ദൈവങ്ങളോട് നിലവിളിച്ചപ്പോൾ സർവ്വമനുഷ്യന്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായ ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ തീരുമാനിച്ച സ്വർഗീയ പദ്ധതി, അതാണ് ബൈബിൾ വിഭാവനം ചെയ്യുന്ന രക്ഷയുടെ സന്ദേശം.
സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ തീരുമാനിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി, ആ പദ്ധതി പ്രവാചകന്മാർ മുഖാന്തരം ലോകത്തോട് വിളംബരം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ലോകത്തോട് വിളംബരം ചെയ്തു, മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം, ഉലകത്തെ സൃഷ്ടിച്ച പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ഭഗവാൻ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു. അവൻ കന്യകയിൽ നിന്ന് ഭൂതലത്തിലേക്ക് ഉരുവാകും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്, അവൻ നിത്യപിതാവാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച സംവാദങ്ങളാണ്, ചർച്ചകളാണ്. യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ, വേദപുസ്തകം പഠിക്കുന്നവന് യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ സംവാദത്തിൻ്റെ ആവശ്യമില്ല. അവൻ അത്ഭുത മന്ത്രി പോരാ, അവൻ വീരനാം ദൈവം മതി പോരാ, നിത്യപിതാവ്, എന്നേക്കും ജീവിക്കുന്ന പിതാവ്. അവൻ ആര്? യേശുക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് എന്ത് സംവാദം? അവൻ വിശ്വസിക്കുന്നവനാണെങ്കിൽ അത് മതി, വിശ്വസിക്കാത്തവനാണ് സംവാദത്തിൻ്റെ ആവശ്യം. തിരുവെടുത്ത് വിശ്വസിക്കുന്നവൻ അറിയാം, അവൻ നിത്യപിതാവ്. കന്യകയിൽ നിന്ന് ഭൂതലത്തിലേക്ക് ഇറങ്ങി വരുന്നവൻ നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ചിന്തയുണ്ട്. യേശുക്രിസ്തു ഭൂതലത്തിൽ ജനിക്കുന്നതിന് ഏകദേശ കണക്കനുസരിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, യേശുക്രിസ്തു ഭൂതലത്തിൽ പിറക്കുന്നതിന് ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുൻപാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന്. 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ്. ആമേൻ. 300 വർഷം പിന്നിട്ടപ്പോൾ ആ പ്രവചനങ്ങളെ അടിയുറപ്പിച്ചുകൊണ്ട് ദാ കയറി വരുന്നു അടുത്ത പ്രവാചകൻ മീഖ എന്ന് പറയുന്ന പ്രവാചകൻ രംഗപ്രവേശനം ചെയ്തിട്ട് പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞ ആ കുഞ്ഞുണ്ടല്ലോ, ആ കന്യക ഗർഭിണിയായി പ്രസവിക്കും എന്ന് പറഞ്ഞ ആ രക്ഷകനുണ്ടല്ലോ, ആ രക്ഷകൻ ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത എന്ന വില്ലേജിലാണ് അവൻ ജനിക്കുന്നത്. ഞാനതുകൊണ്ട് കൊടങ്ങാവിളയോട് ഇങ്ങനെ പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് ലോകത്തിൽ ഒരുത്തൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശുക്രിസ്തുവല്ലാതെ ഉലകത്തിൽ ഒരുത്തനും അങ്ങനെ ജന്മം കൊണ്ടിട്ടില്ലെന്ന് അഭിമാനത്തോടെ കൊടങ്ങാവിളയോട് വിളംബരം ചെയ്യുകയാണ്. ഒത്തിരി മഹാന്മാർ ഇന്ത്യയിൽ ജനിച്ചു ജീവിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ, ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ, മഹാത്മാഗാന്ധി ഉൾപ്പെടെ, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ, രാജീവ് ഗാന്ധി ഉൾപ്പെടെ ഒത്തിരി മഹാരഥന്മാർ ജീവിച്ചിരുന്ന മണ്ണിൽ ഇവരാരെങ്കിലും ജനിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വേണ്ട, 15 മിനിറ്റ് മുമ്പ് വേണ്ട, 10 മിനിറ്റ് മുമ്പ് തത്തയം കൊണ്ട് നടക്കുന്നവനെങ്കിലും പറഞ്ഞില്ല ഇങ്ങനെ ഒരു മഹാൻ 10 മിനിറ്റ് കഴിഞ്ഞ് ജനിക്കുമെന്ന് പറയാതിരിക്കുമ്പോൾ, ജനിക്കുന്നതിന് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് പ്രവചനത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞ സ്ഥലത്ത് ജനിച്ച ഒരുവൻ ഉലക ചരിത്ര ആമേൻ 100 കണക്കിന് പ്രവചനങ്ങൾ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കുകയാണ്. ആമേൻ. തീർന്നില്ല. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ചൊരു മാതൃകാ ജീവിതം ക്രിസ്തു സമൂഹത്തിന് കാണിച്ചു തന്നു. ഞാനിങ്ങനെ പറയും, ഇന്നത്തെ പിള്ളേർ 18 തികയാനിരിക്കുക അമ്മയപ്പന്മാർക്കിട്ട് പണി കൊടുക്കാൻ, അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ അടിക്കുമ്പോൾ പറയും, തള്ളേ 2 വർഷം കൂടെ കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം, 18 ആവട്ടെ എന്നാണ് ഇന്നത്തെ പിള്ളേർ പറയുന്നത്, അല്ലേ? പുതിയ കണക്കനുസരിച്ച് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും ഒരു കാര്യം ചോദിക്കാൻ പറ്റുകയില്ല. ഡിക്ഷണറിയിലില്ലാത്ത ഭാഷയായിരിക്കും പിള്ളേരുടെ വായിൽ നിന്ന് ഇങ്ങോട്ട് കേൾക്കുന്നത്, ശരിയല്ലേ? പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ ബാല്യകാലത്തൊരു സിനിമ കാണാൻ സ്കൂളിൽ നിന്ന് ആരും അറിയാതെ പോയ കാലമൊക്കെ ഓർത്ത് നോക്കിയാൽ ഹൃദയം 100 മൈൽ സ്പീഡിൽ പടപട ഇടിച്ചുകൊണ്ട് ആരും കാണാതെ സ്കൂൾ കട്ട് ചെയ്ത് പോകുമ്പോൾ ചിന്തയാ, മാമൻ കാണുമോ, മാമി കാണുമോ, കുഞ്ഞമ്മ കാണുമോ, കൊച്ചപ്പൻ കാണുമോ, പാൽക്കാരൻ കാണുമോ, മീൻകാരൻ കാണുമോ, അവലുകാരൻ കാണുമോ, ആക്രിക്കാരൻ കാണുമോ, ആരെങ്കിലും കണ്ട് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പേടിച്ച് ഹൃദയം പടപട ഇടിച്ചുകൊണ്ട് കൂട്ടുകാരുമായി ഇരുട്ടിൻ്റെ മറവി പമ്മി തിയേറ്ററിലെത്തി ആരും കാണാതെ ടിക്കറ്റ് എടുത്ത് കൂട്ടുകാരുമായി മറഞ്ഞ് ഇരുട്ടുള്ള സ്ഥലത്ത് പോയി മാറിയിരുന്ന് മുഖം ഒരു കൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് സിനിമ കണ്ടിറങ്ങിയ ബാല്യകാലമൊക്കെ പോയി. ഇന്നത്തെ പുതിയ തലമുറ സ്കൂൾ ബാഗും കഴുത്തിലിട്ട്, സ്കൂൾ ബാഗ് തോളിലിട്ട്, സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് തിയേറ്ററിൻ്റെ മുമ്പിൽ ചെന്നൊരു മൊബൈൽ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ പറയുകയാണ്, ഹലോ ഗായ്സ്, ഞങ്ങളിതാ തിയേറ്ററിൻ്റെ മുമ്പിലാണ് ഗായ്സ് നിൽക്കുന്നത്, പടം ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, മമ്മൂട്ടി സൂപ്പറാണ്. അങ്ങനെ പറയുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തലമുറയായിരുന്നു നമ്മുടെ നടുവിൽ. ഇവിടുത്തെ നിയമ അധികാരികളുടെ കണക്കനുസരിച്ച് ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ
സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനികൾ ആരും കാണാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കളർ ഡ്രസ്സ് എടുത്ത് ബാഗിൽ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാണ് പറയുന്നത്. യൂണിഫോം ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കളർ ചുരിദാർ എടുത്ത് ബാഗിൻ്റെ അകത്ത് വെക്കുന്നു, സ്കൂൾ കട്ട് ചെയ്ത് മുങ്ങുന്നു, പാർക്കിലോ ബീച്ചിലോ മരത്തിൻ്റെ ചുവട്ടിലോ മാറിയിരുന്ന് യൂണിഫോം എടുത്ത് ബാഗിൻ്റെ അകത്ത് അഴിച്ചു വെച്ചിട്ട് കളർ ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് വഴിയിൽ കാത്തു നിൽക്കുന്ന ചെക്കൻ്റെ ഒപ്പം ബൈക്കിൻ്റെ പുറകിൽ കുതിരപ്പുറത്തിരിക്കുന്ന പോലെ പാഞ്ഞു പോകുന്ന ആധുനിക തലമുറ. ഇപ്പോൾ ബൈക്കിൽ പോകുന്ന രണ്ടു പേർക്കും ഹെൽമറ്റ് വേണമെന്ന് സർക്കാർ നിയമം വന്നുകൊണ്ട് പിള്ളേരെ രക്ഷപ്പെട്ടു. പപ്പയുടെ മമ്മിയെ കൂടെ മുമ്പിൽ കൂടെ പോകാം, ആർക്കും പേടിക്കണ്ട. കൊച്ചാണ് പോകുന്നതെന്ന് ആർക്കും അറിയത്തുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആമേൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുമോ അത് എൻ്റെ മക്കൾ അങ്ങനൊന്നുമല്ല. എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എല്ലാവരും പറയുന്നത് എൻ്റെ മക്കള് അങ്ങനൊന്നും പോകത്തില്ലെന്നാണ്. ഇവിടെ ഈ കൊടങ്ങാവിളയിൽ വ്യാപാരം ചെയ്യുന്ന വ്യാപാര വ്യവസായികളോട്, ഓട്ടോറിക്ഷ സഹോദരന്മാരോടൊക്കെ ചോദിക്കണം, എന്തിനാണ് സുഹൃത്തെ രാവും പകലും വെയിലും മഴയും പൊടിയും പുകയൊക്കെ സഹിച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നെന്ന് ചോദിച്ചാൽ ഒരേ സ്വരത്തിൽ സകല മതക്കാരും പറയുന്ന ഒറ്റ ഉത്തരേ ഉള്ളൂ: കുടുംബം പോറ്റണ്ടേ ചങ്ങായി, കൊച്ചുങ്ങളെ പഠിപ്പിക്കണ്ടേ, മക്കളെ വളർത്തണ്ടേ. എല്ലാ മനുഷ്യരും, എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് പ്രതീക്ഷകളോടെയാണ്, അല്ലേ? നാളെ എൻ്റെ കുഞ്ഞ് എനിക്കൊരു തണലാകും, നാളെ എൻ്റെ മോള് എനിക്കൊരു ആശ്വാസമാകും, എൻ്റെ മോൻ എനിക്കൊരു തണലാകും, വയസ്സാകുമ്പോൾ ആ തണലിൽ എനിക്ക് വിശ്രമിക്കാം. അങ്ങനെ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത്. പക്ഷേ പ്രതീക്ഷകളോടെ വളർത്തുന്ന മാതാപിതാക്കളുടെ നെഞ്ചത്തൊരു പിടി തീ കോരി ഇട്ടുകൊണ്ട് ആധുനിക തലമുറ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. എൻ്റെ കുഞ്ഞ് അങ്ങനൊന്നും പോകത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു വിളി വരുന്നത്: ദേ മോനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, മോളെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ ഉപദേശിമാരുടെ തൊണ്ടകീറലിനെയൊക്കെ എതിർത്ത ആളുകൾക്ക് ബോധം വരുന്നത്. ആ ബോധം വരാത്ത കാലത്തോളം അവരെതിർക്കും. കാരണം എൻ്റെ മക്കളല്ലല്ലോ എന്നുള്ളതാണ്. സ്വന്തം വീട്ടിൽ വരുമ്പോഴാണ് പലർക്കും വേദനിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഇനി തിരിച്ച് മാതാപിതാക്കളുടെ അവസ്ഥയും ചിന്തിക്കണം. മാതാപിതാക്കളുടെ നിലവാരങ്ങളും മാറിപ്പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് +2 പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ് ആത്മഹത്യ ചെയ്തു. എന്തിനാ അറിയാമോ? എന്തിനാ ആത്മഹത്യ ചെയ്തത്? അവളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ട്യൂഷൻ ക്ലാസ്സിലെ സാറ് ആ പെൺകുട്ടിയോട് അവളോട് മോശമായിട്ട് ഇടപെടാൻ തുടങ്ങി. ആ വിഷയം പെൺകൊച്ചിന് വീട്ടിലൊന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം അമ്മമാരാണോ എന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ട്യൂഷൻ കഴിഞ്ഞ് വന്ന പെൺകുഞ്ഞ് അടുക്കള വാതിക്ക് വന്നിങ്ങനെ പമ്മിപ്പതുങ്ങി നിന്നു. മമ്മി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. മമ്മി അടുക്കള മൊബൈലും പൊക്കി പിടിച്ച് കുണുങ്ങി നിൽക്കുകയാണ് മമ്മി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഉടനെ മമ്മി പറഞ്ഞു, നീ അപ്പുറത്തോട്ടെങ്ങാനും പോയേ, ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, ക്യാമറയുടെ മുമ്പിൽ വരാതെ അങ്ങോട്ടെങ്ങാനും മാറിപ്പോയ കൊച്ചേ എന്ന് പറഞ്ഞു. അമ്മയ്ക്കത് കേൾക്കാൻ നേരമില്ല. നിന്റെ പപ്പ അപ്പുറത്തെ മുറിയിൽ ഇരിപ്പുണ്ട്, പപ്പായോട് പോയി പറയാൻ പറഞ്ഞു. കൊച്ചു നേരെ പപ്പയുടെ മുറി വന്നപ്പോൾ പപ്പ ലാപ്ടോപ്പും തുറന്ന് വെച്ച് ഫേസ്ബുക്കിൻ്റെ അകത്ത് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഉടനെ പപ്പ പറഞ്ഞു, മിണ്ടല്ലേ, ഒരുത്തൻ നമ്മുടെ പാർട്ടിക്കെതിരെ കമന്റ് ഇട്ടിരിക്കുകയാണ്, അവനെ വലിച്ചു കീറി ഓട്ടിച്ചിട്ട് ഞാനിവിടുന്ന്. ഇങ്ങനെ കുറേ ഭ്രാന്തന്മാരുണ്ട്. സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾ എന്ത് സംഭവിക്കുന്നു എന്നറിയണ്ട, അവന് പാർട്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഭ്രാന്തന്മാർ. അവൻ പറഞ്ഞു, എനിക്ക് കേൾക്കാൻ സമയമില്ല, നിന്റെ അമ്മയടുത്ത് പോയി പറയാൻ പറഞ്ഞു. നോക്കണം, ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുഞ്ഞ് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അമ്മയോട് പറയാൻ വന്നു, അമ്മയ്ക്ക് നേരെയില്ല. അപ്പനോട് പറയാൻ വന്നു, അമ്മയ്ക്ക് നേരെയില്ല. നേരെ അടുത്ത റൂമിൽ കയറി ഫാനിൻ്റെ അകത്ത് ഷാൾ എടുത്ത് കുരുക്കി ആ പെൺകുഞ്ഞ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അപ്പോഴാ നെഞ്ചത്തടിയും കരച്ചിലും. അതുകൊണ്ട് ഈ അമ്മമാരോടും ഞാൻ പറയാം, കൂടെ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഒരു ഡയലോഗ് അടിക്കാറുണ്ട്. 10 മാസം ചുമന്ന് കട്ടപ്പെട്ട് അടി. അങ്ങനെ കൂടെ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ കട്ടപ്പെട്ടെന്ന് പറഞ്ഞാലൊക്കത്തില്ല. സ്കൂൾ വിട്ട് വരുന്ന കൊച്ചിൻ്റെ അടുക്ക 10 മിനിറ്റ് ഇരിക്കാൻ സമയം കണ്ടെത്തണം. സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളോടൊപ്പം അല്പസമയം ഇരിക്കണം. അവർക്ക് പറയാനുള്ള വിശേഷങ്ങൾ, സങ്കടമായാലും സന്തോഷമായാലും കേൾക്കാൻ മനസ്സുണ്ടാകണം. സ്കൂൾ വിട്ട് വരുന്ന കൊച്ചുങ്ങളുടെ കൂടെ അല്പനേരം ഇരുന്നെന്ന് വിചാരിച്ച് ആകാശം ഒന്നും ഇടിഞ്ഞ് വിടത്തില്ല. ചില അപ്പന്മാർ വിചാരിക്കുന്നത് ഈ കൊച്ചുങ്ങളുടെ കൂടെ അങ്ങ് ഇരുന്നാൽ എന്തോ സംഭവിക്കുന്നത്. ചില അപ്പന്മാരെ പിള്ളേർ കാണുന്നത് ജുറാസിക് പാർക്കിലെ ഡൈനോസറിനെ കാണുന്ന പോലാണ്. ഈ കൊച്ചിൻ്റെ കൂടെ ഇച്ചിരി തമാശ പറഞ്ഞ് ചിരിച്ചാൽ അങ്ങേർക്ക് എന്തോ പൊട്ടിപ്പോകുന്നുള്ള ചിന്ത അങ്ങേർക്കിരിക്കുന്നു. എന്നിട്ട് അങ്ങേരോടും ചോദിച്ചാൽ ഇത് തന്നെ പറയൂ, എൻ്റെ കൊച്ചിനോട് എനിക്ക് അപാര സ്നേഹമാണ്, പക്ഷെ ഞാൻ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പണ്ടൊരു അമ്മച്ചി പറഞ്ഞു, എൻ്റെ മോൻ 5 ഭാഷ അറിയാം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, 5 ഭാഷ അറിയാം, പക്ഷെ അവൻ ഊമയാന്ന്. എന്താ കാര്യം? ഇതുപോലെയാണ് പലരും മക്കളോട്. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാം, മാതാപിതാക്കൾ മക്കളോടുള്ള ബന്ധത്തിൽ ഒരു സുപ്രഭാതത്തിൽ കൊച്ചുങ്ങൾ തലതിരിഞ്ഞു പോകുന്നതല്ല.
പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്, അകലം സംഭവിച്ചിട്ടുണ്ട്. ഒന്നിച്ചിരുന്നൊരു തമാശ പറഞ്ഞാൽ, ചിരിച്ചാൽ, ഒന്ന് കളിച്ചു പോയാൽ എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറി. ഇവിടെയാണ് 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ഒരു മാതൃകാ ജീവിതം കാണിച്ചു തന്ന ക്രിസ്തുവിൻ്റെ ജീവിതം സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃകയായി കിടക്കുന്നത്. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച മാതൃക, അതാണ് ക്രിസ്തുവിൻ്റെ മാതൃക. അതേ മാതൃകയാണ് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ഉപദേശം. അമ്മയപ്പന്മാരെ, നിങ്ങളുടെ മക്കളെ കർത്താവിൽ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തണം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണം, നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനും. കണ്ടോ കണ്ടോ ജ്യോതിഷന്റെ അടുത്ത് ചെന്ന് എനിക്ക് 100 വർഷം വരെ ജീവിക്കണം, എന്താ വഴിയെന്ന് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പം ബൈബിൾ പറയുന്നു, നിന്റെ അമ്മയപ്പന്മാരെ അനുസരിക്കുക, നിനക്ക് ദീർഘായുസുണ്ടാകും. പാതി വഴിക്കില്ല ടിപ്പറിന്റെ അടിയിലോട്ട് ചെന്ന് കയറാതിരിക്കണമെങ്കിൽ നിന്നെ വളർത്തി വലുതാക്കിയ അപ്പനും അമ്മയും സ്നേഹിക്ക്, അവരെ കരുത്, അവരെ സന്തോഷത്തോടെ അവരെ അനുസരിച്ച് ജീവിക്ക്, നിനക്ക് ദീർഘായുസുണ്ടാകും. അതാണ് ബൈബിളിന്റെ പ്രഖ്യാപനം. ഇങ്ങനെ മാതൃകയുള്ളൊരു ജീവിതം പൊതുസമൂഹത്തിന് മുമ്പിൽ ജീവിച്ചയാളാണ് ക്രിസ്തു. ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ആർക്കും ഒരു ദോഷവും ചൂണ്ടിക്കാണിക്കാനില്ലാതെ 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച് മാതൃക കാണിച്ചു കർത്താവ്. 30ാമത്തെ തിരുവയസ്സിൽ പരസ്യ ശുശ്രൂഷക്കിറങ്ങി കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് പ്രവർത്തിക്ക് ആരംഭം കുറിച്ച കർത്താവായ യേശു ക്രിസ്തു സർവ്വമാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ തീരുമാനിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത മനുഷ്യനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രഖ്യാപനം, പാപത്തിന്റെ ശമ്പളം മരണം, പാപത്തിന്റെ ശമ്പളം മരണം, പാപത്തിന്റെ ശമ്പളം മരണമെന്ന അഥവാ നിത്യ നരകമെന്ന ശിക്ഷാവിധി മനുഷ്യനെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുക്രിസ്തു ആ ഭീകരമായ മരണം സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങി. പാപം ചെയ്ത മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ പാപമില്ലാത്തവനായി അവതരിച്ച് പാപത്തിന്റെ കുറ്റം ചുമലിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് യേശുക്രിസ്തു നടന്നു പോകുന്നു. വേദപുസ്തകം തുറന്ന് വായിക്കുന്ന ഏതൊരുവനും കാണാം, അതാ വീണും എഴുന്നേറ്റും നടന്നു പോകുന്ന ക്രിസ്തു. അവൻ ഓരോ ചാട്ടവാറടിക്കും പീസുപീസായി മാംസക്കഷണങ്ങൾ ഇളകി തെറിച്ചു പോയിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല. പ്രവാചകൻ അവനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. എന്നെ അതിശയിപ്പിച്ചൊരു ചിന്തയുണ്ട് ആ വാക്യത്തിൽ. വായ തുറക്കാതിരുന്നു. ആര്? കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാക്കിൻ തുമ്പത്തനുസരിപ്പിച്ച ക്രിസ്തു 4 ദിവസം ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തെ നോക്കി ലാസറേ പുറത്തുവാ എന്ന ഒറ്റ വാചകം കൊണ്ട് മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അധികാരം നാക്കിൻ തുമ്പത്തിരുന്നിട്ടും അവൻ വായ തുറക്കാതിരുന്നു എന്ന ചോദ്യത്തിനൊരു ഉത്തരം വേണ്ടേ? ചോദിക്കുക, യേശുവേ, അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു? അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമാ സാമ്രാജ്യത്തെ കത്തിച്ചാമ്പലാക്കാൻ കഴിയുന്ന അധികാരം നാക്കിന്റെ തുമ്പത്തുണ്ടായിട്ടും അങ്ങ് എന്തേ വായ തുറക്കാതിരുന്നു? ആ ചോദ്യമാണ് ഇന്നും യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരു പെണ്ണുമ്പിള്ള പറഞ്ഞു, നിങ്ങളുടെ യേശുവിനെ തന്നെ രക്ഷിക്കാൻ പറ്റിയില്ല, പിന്നാണോ ഞങ്ങളെ രക്ഷിക്കുന്നത്? ആ പെണ്ണുമ്പിള്ളക്ക് ഇത് മനസ്സിലായില്ല. അതുകൊണ്ട് പലർക്കും ഇത് മനസ്സിലാകാതെ കിടക്കുകയാണ്. കാറ്റേ അടങ്ങൂ, കടലേ ശാന്തമാകൂ എന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാക്കിൻ തുമ്പത്തനുസരിപ്പിച്ച യേശുക്രിസ്തു അവൻ വായ തുറക്കാതിരുന്നു. എന്തിനെന്നറിയാമോ? എന്നെയും നിന്നെയും നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷാവിധി മുഴുവൻ അവൻ ഏറ്റുവാങ്ങി എന്നാണ് വിശുദ്ധ തിരുവെടുത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആമേൻ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവൻ ഏറ്റ അടിപ്പിണരുകളാൽ നിനക്കും എനിക്കും പാപത്തിൽ നിന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ എനിക്കും നിനക്കും പകരം ക്രിസ്തു യാഗമായി മാറി. അതാണ് ബൈബിളിന്റെ സന്ദേശം. പാപം ചെയ്യുന്നവരെ കാലാകാലങ്ങളിൽ കൊന്നുകളയുവാൻ ദൈവം ഭൂതലത്തിൽ അവതരിക്കുന്നതിനെ കുറിച്ച് കുഞ്ഞുനാളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പാപം ചെയ്യുന്നവരെ കൊന്നുകളയാനാണ് ദൈവം ഭൂമിയിലേക്ക് വരുന്നതെങ്കിൽ ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഇരിക്കാൻ മനുഷ്യനെന്ന് പേരുള്ള ഒറ്റ ഇരുകാലിയും കാണുകയില്ലായിരുന്നു. സകല എണ്ണത്തിനെ തട്ടിക്കളഞ്ഞേച്ച് ദൈവം വേറെ പണി നോക്കണമായിരുന്നു. എന്നാൽ പാപം ചെയ്യുന്നവരെ കൊന്നൊടുക്കുന്നവനല്ല, പാപം ചെയ്തവരെ രക്ഷിപ്പാൻ ഞാൻ നീതിമാന്മാരെ തേടിയല്ല, ഞാൻ പാപികളെ തേടിയാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് അവതീർണമായ ഒരുവൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു എന്ന യുഗപുരുഷനല്ലാതെ മറ്റൊരുത്തനും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ വന്നത് പാപികൾക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് ഒരുത്തൻ വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചു
വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുടിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലേ ഇല്ലെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് കേവലം തിയോളജിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ഇന്നലെ വരെ കൊടകാവളയിൽ നിങ്ങളുടെയൊക്കെ കൺമുമ്പിൽ കള്ളം കുടിച്ച് കഞ്ചാവും അടിച്ച് മനുഷ്യന്റെ മുമ്പിൽ ചീത്തപ്പേരുമായി ജീവിച്ച എത്രയോ ആളുകൾ, കുറഞ്ഞത് ഒരാളെങ്കിലും ഇന്ന് ഈ കസേരയ്ക്കകത്ത് ഈ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട് എങ്കിൽ അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന മാറ്റം. പേരും മതവും മാറ്റുന്ന സന്ദേശമല്ല സുവിശേഷം. നമ്മുടെയൊക്കെ പറമ്പിൽ നിൽക്കുന്ന ഒരുതരം ചെടിയുണ്ട്, അതിനെ കൊല്ലത്തുകാർ ഞങ്ങൾ വിളിക്കുന്നത് ചൊറിതണം എന്ന. ചില പിള്ളേർ ചൊറിയാണമെന്ന് വിളിക്കാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? അതിൻ്റെ സ്വഭാവം അങ്ങനെയാ. ആര് മേത്ത് കെട്ടിയാലും എന്ത് ചെയ്യും? ചൊറിയും. അതാണ് അതിൻ്റെ സ്വഭാവം. ചൊറുതണത്തെ പറമ്പിൽ നിന്ന് വേരോടിളക്കിയെടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ട് കോളി ചില്ലിട്ട ഷോക്കേഴ്സിലെ AC റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിതണം എന്ത് ചെയ്യും? ചൊറിയും. സ്ഥലം മാറിയിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ പേര് മാറ്റാം. ഈ പേരുള്ളതുകൊണ്ടാണോ ചൊറിയുന്നെങ്കിലോ? ചൊറിതണം എന്നുള്ള പേര് മാറ്റി ഒരു സ്റ്റിക്കറിൻ്റെ അകത്ത് മണിക്കുട്ടി എന്ന് എഴുതി അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കാം. എന്നാലും ചൊറിയണം എന്ത് ചെയ്യും? ചൊറിയല്ലേ? അപ്പം പേര് മാറിയാലും മതം മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും. കുടങ്ങാവിളയിൽ ആരുടെയും പേരും സർട്ടിഫിക്കറ്റും മാറ്റാനല്ല ഞങ്ങൾ പറയുന്നത്. ഇന്നലെ വരെ ജീവിച്ച ജീവിതം ഒന്ന് മാറി, ഇന്നലെ വരെ ജീവിച്ച സ്വഭാവം ഒന്ന് മാറി, കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയായി നീ മാറിയാൽ നിന്റെ നാട് സ്വർഗമായി, നിന്റെ വീട് സ്വർഗമായി, നിന്റെ ദേശം സ്വർഗമായി. ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് ഷമീറും നാരായണനും സിയാദും ഗോപാലനും നാരായണൻകുട്ടിയും ഗോപാലകൃഷ്ണനും മമ്മദ്കുട്ടിയും ഒന്നിച്ചിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഒറ്റ സ്ഥലമേ ഉള്ളൂ. അതാണ് ദൈവസഭ എന്ന് പറയുന്ന ഇടം. അതാണ് ഈ ഗ്രൗണ്ടിൻ്റെ അകത്ത് എല്ലാ വിഭാഗക്കാരും ഒന്നിച്ചിരുന്ന് സൃഷ്ടാവിനെ ആരാധിക്കുന്ന ഒരു സ്ഥലം. അതാ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത്. അല്ലെങ്കിൽ തന്നെ ജാതി മതമൊന്നും ഇല്ലാത്ത ചില നിമിഷങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലൊക്കെ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും പഠിക്കാത്ത പുള്ളിയാണ് മലയാളി അല്ലേ? നിന്റെ പറമ്പിലെ വെള്ളം എന്തിനാടി എൻ്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വരാന്ന് നിലവിളിച്ചു. എന്നിട്ടും പഠിച്ചില്ല അല്ലേ? അല്ലേ? അന്യരകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ട് ഇരച്ച് കയറിയപ്പോൾ മക്കൾ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും അന്യരെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പയും മമ്മിയും കുടുങ്ങിക്കിടക്കുന്നു, അന്യര് കയറി രക്ഷിക്കാൻ. അപ്പോൾ പട്ടിയൊക്കെ ഒഴുകി പോയെന്ന്. അന്യര് കയറി പപ്പയും മമ്മിയും രക്ഷിച്ചു. ജാതി പ്രശ്നമില്ല, മതപ്രശ്നമില്ല, ആർക്കും ഒരു മസിലുമില്ല, എല്ലാം കയറി രക്ഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മക്കൾ നാട്ടിൽ വന്ന് മതിലിന് 2 കട്ടയും കൂടെ പൊക്കി കെട്ടി അടുത്ത ബോർഡ് വെച്ചു, അന്യരകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇനി അടുത്ത പ്രളയം വന്നാലേ ഇവൻ കൈ കോർക്കൂ. ഇത് ഈ മനുഷ്യൻ്റെ പൊതു സ്വഭാവം. ഒരു ദുരന്തം വരണം അല്ലേ? എന്തിനാണോ ദുരന്തം വരാനിരിക്കുന്നത്? വിശ്വസിക്കുന്നവൻ എന്തെങ്കിലും വിശ്വസിച്ചോട്ടെ, അവൻ എൻ്റെ കൂടപ്പിറപ്പാണ്, അവൻ എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് കുറഞ്ഞ പക്ഷം ഒന്ന് തോളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് മനുഷ്യൻ മാറിയെങ്കിൽ നമ്മുടെ നാട് സ്വർഗതുല്യമായി മാറത്തില്ലായിരുന്നോ? എന്തിനായി തമ്മിലടിക്കുന്നത്? ഓക്കെ, ഒരുത്തൻ പ്രാർത്ഥനയ്ക്ക് വന്നു. അവൻ ഇന്നലെ വരെ കള്ളുകുടിയനായിരുന്നു. അവൻ്റെ ആ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം വന്നു. ഇന്നലെ വരെ എന്നെ കാണുമ്പോൾ മോന്തയും വീർപ്പിച്ച് ചീത്തയും വിളിച്ച് കവളും വീർപ്പിച്ച് നടന്നവൻ ഇന്ന് എന്നെ കണ്ടപ്പം ബ്രദറെ എന്ന് വിളിച്ച് സംസാരിച്ചു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോട്ടെ, ക്ഷമിച്ചായിരുന്നൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെങ്കിൽ ആ മാറ്റം നല്ലതല്ലേ? അതിനിപ്പോൾ എന്താ ഇത്ര പ്രശ്നം? ജീവിതകാലം മൊത്തം ഇവൻ കുടിയനായി കള്ളും കുടിച്ച് ഉണിയില്ലാതെ ഓടെ കിടക്കണോ? അതിനുമൊക്കെ അപ്പുറത്ത് മനുഷ്യനൊരു നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ ഏതെങ്കിലും ഒരു മുഖാന്തരം കാരണമാകുന്നെങ്കിൽ അതാകട്ടെ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ തലച്ചോറിൻ്റെ ഉടമയായിട്ടാണ് മാറേണ്ടത്. അങ്ങനെ സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ സ്നേഹിക്കാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയാക്കി നിന്നെയും എന്നെയും മാറ്റുവാനാണ് ക്രിസ്തു കാൽവരിയിൽ തൻ്റെ യാഗം അർപ്പിച്ചത്, തൻ്റെ പ്രാണന യാഗമാക്കിയത്. അല്ലാതെ ഇവിടെ മതം സ്ഥാപിക്കാനല്ല. കൊടങ്ങാവിളയോട് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, ഈ ബൈബിൾ നിങ്ങളൊരു പരീക്ഷണത്തിന് മേടിച്ചെങ്കിലും വായിക്കണം. വായിച്ചിട്ട് ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു അരമുറി കഷണം വചനമെങ്കിലും മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിക്കണം. അന്ന് ഈ പുസ്തകം താഴെ വെച്ച് നിങ്ങൾ പറയുന്ന ദൈവത്തെ സേവിക്കാൻ ഞാൻ വരാം. മതം പഠിപ്പിക്കുന്നെങ്കിൽ. മതത്തിൽ വിശ്വസിക്കാനാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും നല്ലൊരു മതത്തിൽ നിന്നാണ് ഷമീർ ഇറങ്ങിയത്. എന്താ സംശയം? മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മതത്തിൽ നിന്നാണ് ഞാൻ ഇറങ്ങിയത്. മതത്തിൽ നിൽക്കാനാണെങ്കിൽ അത് മതി, ധാരാളം മതി. എന്തും ഏതും ചെയ്യാനുള്ള ലൈസൻസും കൂടെ നിൽക്കാൻ ആളുമുണ്ട്, ഒരു പ്രശ്നവുമില്ല. പെന്തക്കോസിൻ്റെ അകത്ത് വന്ന് ഒറ്റപ്പെട്ട് വാപ്പാടെ ഉമ്മാടെ കുടുംബക്കാരിൽ നിന്ന് ഒറ്റപ്പെട്ട്
ഒരു കല്യാണം വന്നാൽ പോലും വിളിക്കാൻ, വിശേഷങ്ങൾ വിളിക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആമേൻ. ഇതിൻ്റെ അകത്തുനിന്ന്, ആത്മീയ ലോകത്തിൻ്റെ അകത്തു നിന്ന് പല യുദ്ധങ്ങളും എനിക്കെതിരെ ഉണ്ടാകുമ്പോൾ അവസരം മനസ്സിലാക്കിയിട്ട് ചിലർ വിളിക്കൂടാ, ഞങ്ങൾ ഇറങ്ങട്ടെ, നീ വരുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ, പണി നമുക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. പണി കൊടുക്കാൻ ഇറങ്ങിയ മാർഗ്ഗം അല്ലിത്. ഒറ്റപ്പെട്ട് ജീവിച്ചാലും കർത്താവ് പഠിപ്പിച്ചത്, ക്രിസ്തു പഠിപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തൻ സമൂഹത്തിന് ഒരിക്കലും ദോഷമായി വരികയില്ല. ആമേൻ. അതുകൊണ്ട് സകല മനുഷ്യരെയും ഒന്നുപോലെ കാണാനും ഒന്നുപോലെ സ്നേഹിക്കാനും കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായി മനുഷ്യൻ മാറണമെങ്കിൽ മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ഈ പാപമെന്ന് പറയുന്ന ഇരുട്ട്, ഈ വിപത്ത് പുറത്തു പോകണം. അങ്ങനെ മനുഷ്യനെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സർവ്വ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരം ക്രൂശിൽ വരുത്തി. തീർന്നില്ല. യേശുക്രിസ്തു മരണം കൊണ്ട് അവസാനിച്ചില്ല. ആമേൻ. അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി കൊടങ്ങാവിളയോട് പറയാം, 3 ആണി കൊണ്ടോ അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറ കൊണ്ടോ യേശു എന്ന വ്യക്തിപ്രഭാവം അവിടെ അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല ഇവിടെ. 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിന് വേണ്ടി പാടാൻ സ്റ്റാൻലി ബ്രദർ ഇങ്ങനെ ഒരു കൊയർ ടീമിനെ ഇവിടെ നിരത്തി നിർത്തത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഇസ്രായേൽ ജോസ് ഇവിടെ ഒരു കൺവെൻഷൻ മുടക്കത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരുമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്കലല്ല, കണ്ണാടിക്കൂടിന് മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയ്ക്കകത്ത് ഒതുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്നും ഈ 8:30 യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഗ്രൗണ്ടിൻ്റെ അകത്തുണ്ടെങ്കിൽ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. എന്തൊരു സന്തോഷമാണ്. എല്ലാവരും കൈ ഉയർത്തി കണ്ടോ? അതിൻ്റെ അർത്ഥം ഇവരെല്ലാം വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ഈ നിമിഷം 8:30 യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കും. സന്തോഷമായി. കാരണം ഞങ്ങളുടെ നാട്ടിലും കുറേ ക്രിസ്ത്യാനികളുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. പക്ഷെ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നു യേശു ഇന്നും സന്തോഷം വരാതിരിക്കുമോ? നമ്മുടെ സുനി പാസ്റ്റർ സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ സിറ്റൗട്ടിൽ പത്രം വായിച്ചുകൊണ്ട് സുനി പാസ്റ്റർ ജീവനോടിരിക്കുമ്പോൾ സുനി പാസ്റ്റർ മോൻ സ്റ്റീവ് നമ്മുടെ സുനി പാസ്റ്ററിൻ്റെ പഴയ ഒരു ഗ്ലാമർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ആ ഭിത്തിയിലോട്ട് വെച്ച് ഒരു ആണി അടിച്ച് അങ്ങ് വെച്ചു. പുള്ളി അവിടെ ജീവനോടിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മോൻ എന്ത് ചെയ്തു? ഭിത്തിയിൽ ഫോട്ടോ അങ്ങോട്ട് അടിച്ചു വെച്ചു. ഇല്ല, കടയിൽ പോയി ഒരു പൂമാലം മേടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇട്ടു, ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചു, കുറേ ചെമ്പരത്തിപ്പൂം പറിച്ചുകൊണ്ട് ഇട്ടു, ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ചു, അങ്ങനെ അങ്ങോട്ട് വെച്ചു. പുള്ളി അവിടെ ജീവനോടിരുന്നു. ഒന്നുകൂടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ ഈ ചെറുക്കൻ വന്നിട്ട് ഈ ഫോട്ടോയുടെ നേരെ നിന്നേച്ച് പറയുകയാണ്, പ്രിയപ്പെട്ട പപ്പായി, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചറിൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. സന്തോഷമായോ? ആമേൻ. നിങ്ങളൊക്കെ മക്കളുള്ളവരാണല്ലോ. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്താൽ സന്തോഷമാവുമോ? പറ. കേട്ടില്ല. ഇല്ല അല്ലേ? സ്റ്റീവ് അവിടെ സുനി പാസ്റ്ററിന് സന്തോഷമാണോ? അല്ല. ഒരു വടിയെടുത്ത് അവനിട്ട് 2 കൊട്ട് കൊടുത്തേച്ച് പറയും ഓർഡറാന്ന് പറഞ്ഞ് ഓടിക്കും. എന്നിട്ട് ഭിത്തിയെന്ന് ഫോട്ടോ എടുത്തിട്ട് ഒറ്റ ഏറി വെച്ച് കൊടുത്തിട്ട് പറയും, വടി കൊണ്ടുപോലെ ജീവനോടിരിക്കുന്ന എന്നെ എടുത്ത് ഭിത്തിയെ വെച്ച് 100 രൂപ തരാനോ ഓർഡറാന്ന് പറയും. പറയത്തില്ലേ? തമാശയ്ക്ക് പറഞ്ഞതല്ല. ഈ ലോകത്തിലെ അപ്പൻ്റെ ചങ്ക് വേദനിച്ചെങ്കിൽ, ഈ ലോകത്തിലെ അപ്പൻ്റെ ഹൃദയം നൊന്തെങ്കിൽ, എനിക്ക് നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ആളത്വമായി നിലനിന്നുകൊണ്ട് 1 വർഷം കൂടെ നിൽക്കട്ടെ, 2024 കൂടെ നിൽക്കട്ടെ, അവൻ ശരിയാകും, അവൻ നന്നാകും, അവൻ ഗുണപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിതാവ് നിന്നെ തട്ടിക്കളയാതെ എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന, കല്ലേറുകൊണ്ട് മരിക്കാൻ തുനിഞ്ഞ സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും അതിൻ്റെ പുറകുവശത്തെ ഭിത്തിയിൽ യേശുവിൻ്റെ ഫോട്ടോയും കണ്ടെന്നല്ലടോ ക്രിസ്ത്യാനി. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ സദൃശനായി ജീവിക്കുന്നവനായി നിലകൊള്ളുന്ന യേശുക്രിസ്തുവിനെ കണ്ടു എന്ന് എഴുതി വച്ചിരിക്കുമ്പോൾ, ജീവനുള്ളവനായ കർത്താവിനെ മരിച്ചവനെ പോലെ ഭിത്തിയിലാക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്ക് അയ്യോ കഷ്ടം.
ആമേൻ. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കും. യേശു ഉയർത്തെഴുന്നേറ്റു. തുറന്നില്ല, പലതവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് ശിഷ്യന്മാർക്ക് ഒരു അന്ത്യകൽപ്പന കൈമാറിയതായി വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു. ഒന്ന് വായിക്കാം, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക്. മർക്കോസ് 16:15. പിന്നെ യേശു അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ശ്രദ്ധിച്ചോ കൊടങ്ങാവിളക്കാരെ, ഭൂലോകത്തിൽ സകല സൃഷ്ടിയോടും എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം. ആരുടെ കൽപ്പന? സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ കൽപ്പന. അതുകൊണ്ട് കൊടങ്ങാവിളക്കാരോട് വളരെ സ്നേഹത്തോടെ ഒരു സഹോദരനായി ഞാൻ പറയട്ടെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തൊണ്ട കീറി ബഹളം വെച്ച് കാറിക്കൂവി ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കൊടങ്ങാവിളക്കാർ ദയവായി സത്യം തിരിച്ചറിയണം. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, വാശി തീർക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ദേഷ്യം തീർക്കാൻ ചെയ്യുന്നതല്ല. പിന്നെന്താ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണ്, സകല സൃഷ്ടികളും കേൾക്കെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഞാനും നിങ്ങൾ ഒരുപോലെ അനുസരിക്കണം എന്നുള്ളതുപോലെ തന്നെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ കൽപ്പന കൃത്യമായി അനുസരിക്കണം. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ ഇത്രയും കാശ് മുടക്കി ഇത്രയും ചെലവാക്കി ഇത് ചെയ്യുന്നത്. യേശുക്രിസ്തു ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കൂകി വിളിക്കുന്നത്, ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ശബ്ദം ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാം. എന്നാലും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. ആരുടെയും വാശിക്കോ ദേഷ്യത്തിനോ നമുക്ക് നടത്തണോടോ അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു വാശിക്ക് ചെയ്യുന്നതല്ല സുവിശേഷ യോഗം, ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ടാണ്. പിന്നെ ചില ചേട്ടന്മാർ പറയും അങ്ങനെ പറയണ്ടാന്ന്. അതൊക്കെ ചുമ്മാ മോഹമാ, മനസ്സേ ഇരിക്കത്തുള്ളൂ. പറയണമെന്ന് ദൈവം ഏൽപ്പിച്ചെങ്കിൽ പറയും, സുവിശേഷം പറഞ്ഞിരിക്കും. പിന്നെ അതിനകത്ത് പറയണ്ട എന്നൊക്കെ ചുമ്മാ വെറുതെ അങ്ങനെ ഒന്നും മസിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. സുവിശേഷം പറയണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിൽ അത് പറഞ്ഞിരിക്കും. അതിപ്പോൾ ഒരു ഉപദേശി പോയാൽ അടുത്ത ഉപദേശി വരും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പോലെ ബൈബിൾ കോളേജിൽ നിന്ന് പിള്ളേർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉപദേശിമാർക്കിട്ട് തല്ലിക്കൊണ്ടൊന്നും ഈ പരിപാടി തീരുകയില്ല. അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും തീരുകയില്ല. കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഇത് പറയണം. അല്ലാതെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടാന്ന് പറയാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ചെവിയുള്ളവൻ കേൾക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ലാത്തവൻ ചെവി പഞ്ഞു വെക്കുവോ സീരിയൽ വെച്ച് സൗണ്ട് കൂട്ടിയടിക്കുകയോ ഒക്കെ ചെയ്തോണം. അതൊക്കെ ജനാധിപത്യമാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പറയണ്ട എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ മോഹമല്ലേ മോനെ. പറയാൻ ദൈവം ഏൽപ്പിച്ചാൽ പറഞ്ഞിരിക്കും, പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സുവിശേഷം കാലാകാലങ്ങളിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അല്ലാതെ ഇതൊന്നും ആരുടെയും വാശി തീർക്കാൻ വേണ്ടി. പിന്നെ കൺവെൻഷൻകാരോട് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. നിങ്ങൾ എത്ര പേര് സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരു സജഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ മനോഹരമായ പാട്ടുകൾ ഇങ്ങനെ ഇവർ നമ്മുടെ സ്റ്റാൻലിയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന നല്ല പാട്ടുകളൊക്കെ പാടുമ്പോൾ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ പുറത്തുള്ളവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരല്പസമയം നമുക്കൊരു ആരാധനയുടെ നിമിഷങ്ങളുണ്ട്. ഈ ആരാധന നിമിഷം വരുമ്പോൾ കഴിയുന്നതും ഈ ഔട്ടിലുള്ള ശബ്ദം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നമ്മുടെ ഗ്രൗണ്ടിൽ മാത്രം നിൽക്കുന്നവർ ആത്മാവിൽ എത്ര നേരം വേണമെങ്കിലും ആരാധിച്ചോട്ടെ. അപ്പോൾ പുറത്തുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് പ്രസംഗം തുടങ്ങുമ്പോൾ ഔട്ടൊക്കെ അങ്ങോട്ട് കൊടുത്താൽ ആ പുറത്തിരിക്കുന്നവർ ശാന്തമായി അവിടെ ഇരുന്ന് പ്രസംഗമൊക്കെ കേൾക്കുക. അതൊരു ഭംഗിയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നല്ലതാണെന്ന് തോന്നിയാൽ സ്വീകരിക്കാം, അത്രയേ ഉള്ളൂ. കാര്യം ഈ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം. നമ്മൾ ഇതൊന്നും അറിയാതെ കിടന്നൊരു കാലമുണ്ട് അല്ലേ? അറിയാതെ കിടന്ന. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരുത്തം കിടന്ന് ഇങ്ങനെ കിടന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അവൻ്റെ കഴുത്തിന് പിടിക്കാൻ നമ്മളുമൊക്കെ ഒരു കാലത്ത് ശ്രമിച്ചവരാണ്. അതുകൊണ്ട് ഈ എതിർക്കുന്നവരോടൊന്നും ഒത്തിരി ദേഷ്യമൊന്നും തോന്നരുത്. അവർക്കിത് അറിയാത്തത് കൊണ്ടാണ് ദേഷ്യം. നമ്മളും അറിയാത്ത കാലത്തൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ കഴിയുന്നതും നമ്മൾ ഈ ആരാധനയുടെ നിമിഷം വരുമ്പോൾ സൗണ്ടുകാരനോട് പറയാം ഒന്ന് കട്ട് ചെയ്തേക്കാൻ പറയാം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പ്രസംഗമാകുമ്പോൾ അങ്ങനെയൊക്കെ കേൾക്കാം. എന്തെല്ലാം പ്രസംഗങ്ങൾ കേൾക്കുന്ന നാട്ടുകാരാ. പ്രസംഗം കേൾക്കേണ്ടതൊന്നും ആരും പറയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അത് ഒരു അഭിപ്രായമായിട്ട് മാത്രം വെച്ച് ആ ഭാഗം വിടുകയാണ്. അപ്പം യേശു അവൻ 3-ാം നാളിൽ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച്
പിശാചിനെ ജയിച്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അന്ത്യകൽപ്പന കൈമാറി സകല സൃഷ്ടിയോട് സുവിശേഷം പറയണം. ഇനി അടുത്ത ഒന്ന് രണ്ട് കാതലായ ചിന്തയും കൂടെ പറയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് മറയുന്നതിന് മുൻപ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ യേശു കർത്താവ് ദാ സ്വർഗാരോഹണം ചെയ്യുന്നു. ഉടനെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. 2:47 പ്രസംഗം തീരും. 1:11 നമ്മൾ എത്തിയിട്ടുണ്ട്. വായിച്ചോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പേരുണ്ട് രക്ഷിക്കപ്പെട്ടവർ. കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടവരിൻ്റെ ഇടയ്ക്കുണ്ട്. കാരണം യേശു വരുന്നെന്ന് കേട്ടാൽ സ്തോത്രം പറയാതിരിക്കാൻ രക്ഷിക്കപ്പെട്ടവന് കഴിയില്ല. രക്ഷിക്കപ്പെട്ടവന് വാ തുറന്ന് സ്തുതിക്കാൻ പറ്റുന്നൊരു ദൂതുണ്ടെങ്കിൽ കർത്താവ് വരുന്നെന്ന് കേൾക്കുമ്പോൾ, അയ്യോ അത് കേട്ടിട്ട് സ്തുതിക്കാത്തവനൊന്നും രക്ഷിക്കപ്പെട്ടവൻ അല്ല. ഞാൻ സ്തുതിച്ചാട്ടെ എന്നൊന്നും പറയത്തുമില്ല. അതുകൊണ്ട് യേശു വരുന്നു എന്ന് കേട്ടാൽ അതാണ് സ്തോത്രം പറയാൻ അറിയാതെ ആത്മാവിലാൽ. പണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്തൊക്കെ ഞാൻ ഇതേപോലെ പ്രസംഗം നിങ്ങളെപ്പോലെ കേൾക്കാൻ പോയിരിക്കുന്ന കാലം, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് പ്രസംഗം നടക്കുകയില്ല. അപ്പോഴാണ് ജനം ആത്മാവിലാകുന്നത്. അയ്യോ പിന്നെ എന്തൊരു അന്തരീക്ഷമെന്നറിയോ. ഇന്നിപ്പോൾ യേശു വരുന്നെന്ന് ദൈവദാസൻ വായിച്ചു, ഞാൻ ഏറ്റു പറഞ്ഞു. ചിലതിൻ്റെയൊക്കെ വായ കമ്പിട്ട് കുത്തിയാൽ പോലും ഒരു സ്തോത്രം. ചിലതുണ്ട് രക്ഷിക്കും. ഇപ്പം ഇവരൊക്കെ ആത്മാവിലാകുന്ന രീതി വേറെയാണ്. പക്ഷേ യേശു വരുന്നെന്നോ നിത്യതയിൽ പോകണമെന്നൊന്നും പറഞ്ഞാലൊന്നും വലിയ സന്തോഷം ഇല്ല. ഇപ്പോൾ ആത്മാവിലാകുന്ന രീതി എന്ന് പറഞ്ഞാൽ തൊണ്ടയ്ക്കകത്ത് മാക്രി അടിച്ച പോലെ അങ്ങോട്ട് വെച്ചിട്ട് തന്നെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ദൂതന്മാർ ഇറങ്ങുകയും ചെയ്യുന്നത് ആത്മാവിൽ കാണുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ സ്പ്രിങ് കയറി വരും. അപ്പം ഇയാൾക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ലേ? അല്ലേ, എനിക്കെല്ലാം അറിയാം. സ്തോത്രം, എനിക്കിതെല്ലാം അറിയാം. പക്ഷേ വെറുതെ നിങ്ങളെ പിമ്പിരി കയറ്റിയിട്ട് പോയാൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. ആമേൻ. പെന്തിക്കോസുകാരെ പിമ്പിരി കയറ്റിയിട്ട് പോകാനല്ല ദൈവം അയച്ചത്. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. മനസ്സിലായോ? പറയേണ്ടത് പറയാതെ ജനത്തെ ഇരുത്തി വഞ്ചിപ്പിക്കുന്ന പരിപാടികളൊക്കെ അവസാനിക്കണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കപ്പെടണം. ആമേൻ. അല്ലാതെ ഇവിടെ കിട്ടുന്ന ഭൗതിക നന്മകളെക്കുറിച്ച് പറഞ്ഞ് നശിപ്പിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയോ ഭാഷ? ഒത്തിരി വിരോധാഭാസമുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ 1-2 കാര്യം മാത്രം പറയാം. നമ്മൾ ചില ആളുകൾ ഇങ്ങനെ പാടും, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, പിന്നെന്താ വേണം? കർത്താവിൻ്റെ സന്നിധി ചെന്നാൽ മതി അല്ലേ? അടുത്തിട്ട് അടുത്തത് കൊതിയേറുന്നേ. പറ, നിങ്ങളാരും പാടാത്ത പോലെ ആണല്ലോ. കൊതിയേറുന്നേ അരികിൽ. ഇതെല്ലാം ആരാ കേട്ടോണ്ടിരിക്കുന്നത്? കർത്താവ് കേട്ടോണ്ടിരിക്കുക. അപ്പം കർത്താവ് സ്വർഗത്തിലിരുന്ന് ചിന്തിക്കുകയാണ്, അയ്യോ ഈ കൊച്ച് കുറച്ച് ദിവസമായിട്ട് കൊതിയേറുന്നു, പിന്നെ ലോകം വേണ്ട, ഇനി നമ്മളെങ്ങനെ ഇത് കേൾക്കാതിരിക്കും? അവിടെ സ്വർഗത്തിലൊരു കമ്മിറ്റി കൂടി, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്. ഇപ്പം എന്താ ഒരു വഴി? ഈ മാംസ രക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റത്തുമില്ല. ഇതിനെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പം ഇതെന്ത് ചെയ്യണം? പൊളിയണം. ഇത് പൊളിയണമല്ലോ. കൊച്ചാണെങ്കിൽ എല്ലാ ആഴ്ചയിലും പാടിക്കൊണ്ടിരിക്കുന്നു കൊതി ഏറുന്നതെന്ന്. അവസാനം ഇതെല്ലാം കേട്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? എന്നാൽ പിന്നെ ഇങ്ങ് വിളിച്ചേക്കാം, ഒരു ക്യാൻസർ അങ്ങ് ഇട്ട് കൊടുത്തു. അടുത്ത ദിവസം തൊട്ട് 21 ദിവസം ഉപവാസ പ്രാർത്ഥന. കൊതിയും പോയി, മിണ്ടുന്നില്ല. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവർ കൈ ഉയർത്താൻ ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങളെല്ലാം കൈ വെക്കും. ഇന്ന് പോകാൻ താല്പര്യമുള്ളവർ വെക്കാൻ പറഞ്ഞാൽ ആരും പൊക്കുകയില്ല.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഈ ഭക്തി എന്നൊക്കെ പറയുന്നതൊന്നും നമ്മൾ ഈ പുറമേ കാണുന്നതോ കാണിക്കുന്നതാണെന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മുടെ അകത്ത് ദൈവമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരിക്കും. അത് ഈ തെറ്റായ പഠിപ്പിക്കലുകൊണ്ട് ഉണ്ടാകുന്നതാണ് പാസ്റ്റർമാർ. ദൈവദാസന്മാർ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. ഒരൊറ്റ വാക്യം മാത്രം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് ആ ഭാഗം വിട്ട് ഞാൻ തിരിച്ചു വരാം, സുവിശേഷത്തിലേക്ക് വരാം. ഒരു ഭാഗം, കാരണം എല്ലാം അങ്ങ് നിങ്ങൾക്കൊന്നും പറയാതിരിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇന്ന് മുതൽ ഈ പ്രസംഗം നടക്കുന്ന ഇന്ന് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു നിമിഷത്തെ ആയുസ് കർത്താവ് എനിക്ക് കൂട്ടിത്തന്നാൽ, ഇവിടുന്ന് അടുത്തൊരു ദിവസം ആയുസ് എനിക്ക് ദൈവം എനിക്ക് നീട്ടിത്തന്നാൽ, എനിക്കെൻ്റെ കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം. അങ്ങനെ തീരുമാനമുള്ളവർ കൈവക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും. കാരണം നമുക്ക് തീരുമാനത്തിൽ ചിലപ്പോൾ നിൽക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ വരും. ഓക്കെ, അങ്ങനെ മനസ്സിലൊരാഗ്രഹമുള്ളവർ അത് പറയാമല്ലോ, എനിക്ക് ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം എനിക്ക് കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം എന്ന് മനസ്സിലൊരാഗ്രഹമെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞു. ഇവരെല്ലാം കൈവക്കി, എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു വാക്യം 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12-ാം വാക്യം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചു കൊടുത്ത് ഈ കൈവക്കിയവരെല്ലാം ഒന്ന് കേൾക്കട്ടെ. 3:12 ഒന്ന് വായിച്ചേ. എന്നാൽ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും. മനസ്സുണ്ടെന്ന് പറഞ്ഞവരെല്ലാം ഒന്നുകൂടെ ഒന്ന് കൈവക്കെ. നിങ്ങൾക്കെല്ലാം എന്തുണ്ടാകുമെന്ന് എഴുതി വെച്ചേക്കുന്നത്? ഉപദ്രവം ഉണ്ട്. ഈ ഉപദ്രവം മാറാനാണ് നമ്മൾ TV കാണുന്ന പ്രവാചകനെ വിളിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല. പോകുമ്പോഴും വരുമ്പോഴും എല്ലാം എന്നെ കളിയാക്കുക, പരിഹസിക്കുക, ഉപദ്രവിക്കുക. ഇത് മാറാൻ വേണ്ട ഒന്നുമില്ല മാമ. ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കാം, ബന്ധന വഴിക്കാം. അപ്പോൾ ഈ ഉപദ്രവമൊക്കെ മാറണം. അതിനുവേണ്ടി 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുക, ഉപവസിക്കുക, TV കാണുന്നതിന് വിളിക്കുക, കെട്ടഴിക്കുക. അപ്പോൾ ഈ അഴിക്കുന്നത് എന്താ? സത്യത്തിൽ കർത്താവിൻ്റെ ഭക്തിയായി ജീവിക്കണമെന്നുള്ള ആ മനസ്സാണ് ഈ ഉപവാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? തീരണം. അപ്പോൾ പിന്നെ ഉപദ്രവം എന്ത് ചെയ്യും? മാറും. ഇന്ന് വരെ ഈ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ജീവിച്ച കാലത്ത് നമുക്കിതൊന്നും ഇല്ലായിരുന്നോ? നമ്മൾ ദൈവത്തെ അറിയാതെ ജീവിച്ച കാലത്ത് നമുക്ക് ഈ കഷ്ടമൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അന്ന് നമുക്കില്ലാത്ത ഒന്ന് ഇപ്പോൾ ഉണ്ട്, പ്രത്യാശ. അത്രേ വ്യത്യാസമുള്ളൂ. ഇന്നും നമുക്ക് അപ്പോസ്തലന്മാർ പറഞ്ഞു, നാം ഇങ്ങനെ അനേകം കഷ്ടങ്ങളിൽ കൂടി എവിടെ കയറണം? അങ്ങനല്ലേ ബൈബിൾ പറയുന്നത്. അപ്പം കഷ്ടമില്ല, ദുഃഖമില്ല, അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കെന്ന് പറഞ്ഞ് തങ്കവും കുങ്കുവും ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കമന്ന് വീഴുന്നത്? ഈ തങ്കവും താരും ഇമാരെല്ലാം വട്ടന്മാർ പറയുക അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം, കഷ്ടമില്ല കഷ്ടമില്ല കഷ്ടമില്ല. അപ്പോൾ ഈ കഷ്ടപ്പെടുന്ന ദൈവമക്കളോടൊക്കെ ദൈവം സോറി പറയൂ. അപ്പോൾ ഈ മണ്ടൻ ചിന്തകളും മണ്ടൻ പഠിപ്പിക്കലും വിട്ടിട്ട് ഒന്നൊരുങ്ങ്. ആമേൻ. വരുവാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. ലഭിക്കാനുള്ള നിത്യ തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടം സാരമില്ല. അത്രയെങ്കിലും പെന്തിക്കോസുകാർക്ക് വേണ്ടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വന്നത് വെറുതെ ആയിപ്പോ. അതുകൊണ്ട് 2 വാക്ക് പറഞ്ഞു വിട്ടതാണ്. തിരിച്ചു വരാൻ വിഷയത്തിലൂടെ. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത ബന്ധനം കിന്തനം എന്നൊക്കെ പറഞ്ഞു വരുന്നവനെയൊക്കെ മടൽപ്പെടുത്ത് ഓടിച്ചിട്ട് പ്രത്യാശയോടെ കർത്താവിനെ ആരാധിക്കുക. സ്തോത്രം. ആമേ. തിരിച്ചു വരാം. അപ്പം അതുകൊണ്ട് ദൂതസംഘം ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വായിക്കാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കൊടങ്ങാവിളയോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശു വരാറായി. ആമേൻ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് അടുത്തിരിക്കുന്നു. സകലമാന ലോക സംഭവങ്ങളും വിരൽ ചൂണ്ടി വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു സത്യം, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് ആസന്നമായിരിക്കുന്നു. ക്രിസ്തു മടങ്ങി വരും. ദൂതന്മാരുടെ പ്രഖ്യാപനം കേട്ടുകൊണ്ട് ശിഷ്യന്മാരെന്തു ചെയ്തു? വായിക്കാം. വായിച്ചോ. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ യെരൂശലേമിലേക്ക്, ശ്രദ്ധിച്ചു കേട്ടോണം, ഇനി പറയുന്ന ചിന്തകൾ ശ്രദ്ധിച്ചു കേട്ടോണം. ശിഷ്യന്മാർ ദൂതന്മാരുടെ ആലോചന കേട്ടിട്ട് തിരിച്ച് യെരൂശലേം എന്ന പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. വന്നിട്ടോ അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ പോയി. ശ്രദ്ധിച്ചു കേട്ടോണം.
അവർ താമസിച്ചു കൊണ്ടിരുന്ന രണ്ടാമത്തെ നിലയിലേക്കോ മൂന്നാമത്തെ നിലയിലേക്കോ മാളിക മുറി മുകളിലാണെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. മുകളിലേക്ക് കയറിപ്പോയി. ശ്രദ്ധിച്ചു കേട്ടോ, കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഞാനൊന്ന് പരസ്യപ്പെടുത്താൻ പോവുകയാണ്. വേണമെങ്കിൽ ഒന്ന് കുറിച്ചിട്ടോ, എന്തിനാന്ന് ഞാൻ പിന്നാലെ പറയാം. കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. പത്രോസ്. ആരാണ് പത്രോസ്? ഒന്നാമത്തെ പോപ്പെന്നും മാർപ്പാപ്പയെന്നും നമ്മുടെ നാട്ടിലെ പല ക്രിസ്ത്യാനികളും ഇന്നും വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വസിച്ചോട്ടെ, നമുക്ക് പ്രശ്നം പിണക്കൊന്നുമില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഒന്നാമത്തെ പോപ്പെന്ന് പറയുന്ന പത്രോസ് ശ്ലീഹ. കേട്ടോണം, ലിസ്റ്റ് കേട്ടോണം. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ശ്ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അതെന്തിനാ നിങ്ങൾ വായിച്ചേ? നിങ്ങൾ പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരല്ലേ? അപ്പൊ പലരും പറയുന്നത് പെന്തക്കോസുകാർ അമ്മയില്ലാത്തവരാണ് എന്നാണ്. എന്നാ ഞാനൊന്ന് തെളിയിക്കാം, ഒന്ന് കേട്ടോ. യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നിൽക്കട്ടെ. അപ്പം ഇവിടെ പെന്തിക്കോസുകാരന്റെ വ്യാഖ്യാനം ഒന്നും ഇവിടെ ആർക്കും വേണ്ട, എഴുതിയത് മാത്രം വായിച്ചാൽ മതി. കയറിപ്പോയവരുടെ ലിസ്റ്റിൽ പത്രോസ്, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും മറ്റു സഹോദരങ്ങളോടും ഒപ്പം ഒരുമിച്ച് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഒന്നൂടെ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നപ്പോൾ. അങ്ങനെയാണോ? പെന്തക്കോസ്തുകാർ ആണോ? അങ്ങനെ ഒരു കാറും ഇല്ല അമ്മച്ചി. പെന്തക്കോസുകാർ അല്ല, പെന്തക്കോസ്തു നാൾ അല്ലേ? പെന്തക്കോസുകാർ എന്ന് പറഞ്ഞൊരു കാറും ഇല്ല അമ്മച്ചി. പെന്തക്കോസ്തു നാൾ വന്നപ്പോൾ, നാൾ ദിവസം. എന്താണ് ദിവസം? പെന്തക്കോസ്തു ദിവസം എന്താ? 50-ാം പെരുന്നാൾ ദിവസം, ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം. സകല ദേശത്തിലുമുള്ള ആളുകൾ പെരുന്നാൾ കൂടാൻ യെരുശലേം പട്ടണത്തിൽ വരുന്ന ഉത്സവ ദിവസം, പെരുന്നാൾ ദിവസം വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പോഴോ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. പെട്ടെന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പ് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിച്ചു? അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകളെയാണ് നാട്ടുകാരെന്ത് വിളിക്കുന്നത്? പറ. പെന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ ഇല്ലേ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ്, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ. ഇവരെല്ലാവരും അന്യഭാഷ പറഞ്ഞിട്ടല്ലേ ഇങ്ങ് കൊടങ്ങാവിളയല്ല നിങ്ങൾ പറയാൻ തുടങ്ങിയത്? അതുകൊണ്ട് പെന്തിക്കോസുകാർ അമ്മയില്ലാത്തവരാന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ തൻ്റെ ഇടത്തോടെ പറഞ്ഞോണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞേ. മനസ്സിലായോ? ആ കൂട്ടമാണ് അവിടെ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയത്. അല്ലാതെ ഞങ്ങൾ ആരെങ്കിലും ഉറക്കപ്പിച്ചെന്ന് എഴുന്നേറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ല. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? ഒന്നാമത്തെ പോപ്പെന്ന് ക്രിസ്ത്യാനി പറയുന്ന പത്രോസ് ലീഹ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചെന്ന് കേൾക്കണ്ടേ? 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് 2:37 47 തീരും കേട്ടോ, ക്ഷമിക്കണ്ട. 2:37 പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ഒറ്റ പ്രസംഗം നടത്തിയപ്പോൾ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. കേട്ടവിടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു? ദൈവദാസന്മാരെ എന്താ കൊണ്ടേ പറ, നിങ്ങൾ പറ. കുത്തുകൊണ്ടു. നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? ഉണ്ടോ? ഇതെല്ലാം കേട്ടിട്ട് അവിടെ ഇരുന്നവരെല്ലാം ഇക്കിളി കൊണ്ട് ആണോ? അല്ല, കേട്ടവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പം
വിശ്വാസ സമൂഹം ഒരു കാര്യം ഓർത്തോണം. പുസ്തകത്തിൽ പറയുന്ന യേശു വാഗ്ദത്തം ചെയ്ത പിതാവിങ്കൽ നിന്ന് പുറപ്പെട്ട ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല, കേൾക്കുന്നവന്റെ ചങ്കത്ത് കത്തി കീറും. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചകത്തോട്ട് കയറുന്ന ജീവന്റെ വചനം ചങ്കത്തോട്ട് കയറി കുത്തുകൊണ്ടെന്ന് അല്ലേ? പക്ഷെ ഇന്ന് പെന്തിക്കോസുകാർക്ക് കുത്തുന്ന പ്രസംഗം വേണ്ട. പ്രസംഗിക്കാൻ ആരെ വിളിക്കണമെന്ന് കമ്മിറ്റി കൂടിയപ്പോൾ കമ്മിറ്റിക്കാർ ഒരാൾ പറഞ്ഞു, നമുക്ക് ഇന്ന ആളെ വിളിക്കാം. പുള്ളിയെ വിളിക്കണ്ട, പുള്ളി ഭയങ്കര കുത്തല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഷമീർ കൊല്ലത്തെ പ്രസംഗിക്കാൻ വിളിച്ചവരെല്ലാം ഭയങ്കര സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നതെന്ന്? എവിടെ? നിവർത്തിയില്ലാതെ വിളിക്കുന്നതാ. കാശ് മുടക്കുന്നവൻ എൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ എതിര് പറയാൻ പറ്റാത്തതുകൊണ്ട് സമ്മതിക്കുന്നതാ. അറിയാമോ? എനിക്ക് നന്നായിട്ട് അറിയാന്നേ. വചനത്തിനു വേണ്ടി നിൽക്കുന്ന എണ്ണപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അല്ല പുള്ളി എനിക്ക് എത്രണ്ണം നേരിട്ടറിയാം. പുള്ളിയൊന്നും വിളിക്കണം പറഞ്ഞ് ഞാനൊരു സ്ഥലം പറയുന്നില്ല. ഒരു സ്ഥലത്ത് കൺവെൻഷന് 3 ദിവസം വിളിച്ചു. അവിടുത്തെ പാസ്റ്ററും അവിടുത്തെ മറ്റൊരു കൂട്ട് ദൈവദാസനും കൂടെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് വിളിച്ചത്. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കമ്മിറ്റിക്കാരായ 1-2 അണ്ണന്മാർ ഭയങ്കര എതിർപ്പാണ്. എന്നെ വിളിക്കാൻ പാടില്ല, പുള്ളി പെന്തക്കോസുകാരെ പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കര സംഭവമാണ്. ലാസ്റ്റ് ചുരുക്കി പറഞ്ഞാൽ എടുത്ത ദൈവദാസൻ തീരുമാനമെടുത്ത് വിളിച്ചു. 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടുകാർ എല്ലാം പറഞ്ഞു, പിന്നെ ഇങ്ങനെ വേണം യോഗം വെക്കാൻ കേട്ടോ, നിങ്ങൾ ഇനിയും വെക്കണം കേട്ടോ, അതിൻ്റെ ചിലവ് വേണം, ഞങ്ങളും കൂടെ വഹിക്കാമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ലവ്മാർ എൻ്റെ അടുത്ത് മുടിഞ്ഞ സ്നേഹം. ഈ ഉടക്കിയന്മാർ എന്നെ ആഹാരം മേടിച്ചു തരാൻ കൊണ്ടുപോകുന്നു, ഉറക്കാൻ കൊണ്ടുപോകുന്നു. ഞങ്ങളാ പാസ്റ്റർ വിളിക്കാൻ മുന്നിട്ട് നിന്ന കേട്ടോന്ന്. ഞാൻ പറഞ്ഞു പിന്നെ എനിക്കത് നന്നായിട്ട് അറിയാമല്ലോ എന്ന് ഞാനും പറഞ്ഞു. മനസ്സിലായോ കാര്യം? പലർക്കും വിളിക്കുന്നവരെ സന്തോഷിപ്പിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ്. അങ്ങനല്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ കേൾക്കുന്നവൻ്റെ ചങ്കത്ത് കുത്തുകൊള്ളുന്നതാകണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ആമേൻ. ആത്മാവിൻ്റെ നിറവിൽ പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോൾ കുത്താ കൊണ്ടത്. ഇന്നതൊന്നും വേണ്ട പാസ്റ്ററേ, ഇന്നൊന്നും വേണ്ട. ഇന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞൊക്കെ ആളുകൾ ഇറങ്ങി പോകുമ്പോൾ ഒരു പെണ്ണുങ്ങൾ ഫോണിൽ നിന്ന്, അയ്യോ 5 മിസ് കോൾ, ആരാണോ എന്തോ എടി വിളിച്ചായിരുന്നോടി? വിളിച്ചായിരുന്നു. യോഗത്തിലായിരുന്നു, അതാ എടുക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്നടി? അയ്യോ ഒന്ന് വരണമായിരുന്നടി. ചിരി 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 ചിരി. ഇതാ ഇപ്പോഴത്തെ പരിപാടി സത്യമായിട്ടും. അപ്പം ജനം ചിരിക്കാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പ്രസംഗരും എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങ് വാളി പഠിച്ച് 11 മണി വരെ ചിരിപ്പിക്കാൻ അങ്ങ് തീരുമാനിച്ചു. ആദ്യകാലത്തെ അനുഭവമൊക്കെ പോയി. മാനസാന്തരമില്ല, കുറ്റബോധം വരുന്നില്ല, പാപബോധം വരുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കളിച്ചിരിക്കാനുള്ള സമയമല്ലത്, കർത്താവ് വരാറായി. തമാശ പറഞ്ഞിരിക്കാനുള്ള നേരമല്ലത്, കർത്താവ് വരാറായി. അതുകൊണ്ട് പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വചനം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവരുടെ ചങ്കത്ത് കുത്തുകൊണ്ടെന്ന്, ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊണ്ടവരെല്ലാം കൂടെ നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. എന്താ വായിച്ചേ? സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പറ, നിങ്ങൾ ഓരോ വാചകം പ്രസംഗിക്കുമ്പോഴും ഞങ്ങളുടെ ചങ്കത്ത് കുത്തുകൊള്ളുമായിരുന്നു. പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, പോപ്പ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. കണ്ടോ? ഒന്നാമത്തെ പോപ്പിന്റെ പ്രഖ്യാപനം. അകത്തു കയറിയ പാപം പുറത്തു പോകണോ? ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട. ആമേൻ. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, പാപമോചനം ലഭിക്കും. പോപ്പ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളും അത് തന്നെയല്ലേ പറയുന്നത്? ഈ ഒന്നാമത്തെ പോപ്പ് ഇങ്ങനെ പറയാതെ
നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഞങ്ങളുടെ അടുക്കൽ വന്ന് കുമ്പസരിപ്പീൻ എന്ന് അങ്ങേര് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനും അങ്ങനെ പറയത്തുള്ളായിരുന്നു. എന്ത് ചെയ്യാനാ, ഗതികേടിന് അങ്ങേര് അങ്ങനെ പറഞ്ഞില്ല. തലേ കയറിയോ? പത്രോസ്ലീഹ എന്ന് പലരും വിശ്വസിക്കുന്ന അദ്ദേഹം പറഞ്ഞത് പാപമോചനം വേണോ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഞങ്ങളത് ആവർത്തിക്കുന്നേ ഉള്ളൂ. പുതിയ കണ്ടുപിടുത്തമൊന്നും കൊണ്ടുവന്നവരല്ല ബെന്തിക്കോസുകാര്. അന്ന് 1-ാം നൂറ്റാണ്ടിൽ പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞത്, ഇന്ന് ഞങ്ങൾ തെരുക്കോരങ്ങളിൽ തെരുകോണുകളിൽ പൊട്ടന്മാരെ പോലെ വിളംബരം ചെയ്യുന്നു. അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം വേണോ, സകല തിന്മകളിൽ നിന്ന് വിടുതൽ വേണോ, നരകത്തിൽ നിന്ന് മോചനം വേണോ, നന്മയുള്ളൊരു ജീവിതം നയിക്കണോ, മാനസാന്തരപ്പെട്ടു സ്നാനമേൽപ്പീൻ. പത്രോസിന്റെ പ്രഖ്യാപനം അത് തന്നെയാണ് സുഹൃത്തെ ഞങ്ങളും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് 1-2 സംശയങ്ങളുണ്ട്. അത് പറയാതെ പോകാൻ ഒക്കുകയില്ല. പക്ഷേ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പാപമോചനം കിട്ടുമെന്നല്ലേ പാസ്റ്റർ പ്രസംഗിച്ച്? അതെ അതെ, ഞങ്ങൾ സ്നാനപ്പെട്ടതാ പാസ്റ്റർ. ആഹാ, എന്നാ? കുഞ്ഞുവാവയായിരിക്കും. ഓ, കുഞ്ഞുവാവയായിരിക്കുമ്പോൾ സ്നാനപ്പെട്ടാൽ പിന്നെ അല്ല, ഒരു സംശയം. അപ്പം മാനസാന്തരോ? അത് വളർന്നിട്ട് പോരെ? അങ്ങനെ അല്ലല്ലോ, മാനസാന്തരപ്പെട്ടു സ്നാനമേൽപ്പിൻ എന്നാണല്ലോ. അല്ല, അതിപ്പോൾ തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ആദ്യം സ്നാനപ്പെട്ട് വളരുമ്പോൾ മാനസാന്തരം. നമ്മളെല്ലാം ഇന്ന് കുളിച്ചായിരുന്നു അല്ലേ? കുളിച്ചു. തല തോർത്തിയോ? തോർത്തി. വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ ശീലം. നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്താം, പിന്നെ ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തത്? പ്രിയപ്പെട്ടവരെ, പിന്നെയും തോർത്തേണ്ടി വരും എന്നുള്ളതാണ് സത്യം അല്ലേ? അതെ. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം തലതിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളിപ്പുള്ളി മാറ്റം വരാത്ത ദൈവവചനത്തെ ആരും തലതിരിക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് അടുത്ത വചനം കിടക്കുമ്പോൾ ആദ്യം നടക്കേണ്ടത് വിശ്വാസം. വിശ്വാസവും മാനസാന്തരവും ഒരിക്കലും ഒരു കുഞ്ഞിൽ സംഭവിക്കില്ല. മാനസാന്തരമെന്ന് പേപ്പർ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്തു വെച്ച് 2000 വർഷം കൊടുത്തായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നൊന്നും മരിച്ചെന്ന് ഉടക്കപ്പെട്ടു നിന്നെ ചേർക്കാൻ വേണ്ടി വരുന്നു. കുഞ്ഞേ, നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? എന്നല്ലേ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. സ്നാനപ്പെടുത്തിക്കോ. അതാണ് വേദപുസ്തകത്തിലെ സ്നാനം. അപ്പം ചില ആളുകൾ പറയും, പക്ഷേ അത് കുഞ്ഞിനെ ഏറ്റു പറയാൻ പറ്റത്തില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഏറ്റു പറയാൻ പകരത്തിന് ഒരാളെ പുറകിൽ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അത് പാസ്റ്റർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. എന്നാൽ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. പള്ളി കല്യാണത്തിന് പോയിട്ടുണ്ടോ? പറ. പോയിട്ടില്ലേ? ആരാധന മുടക്കി കല്യാണത്തിന് പോകുന്ന ടീമുകൾ ഇരിക്കുന്ന കണ്ടില്ലേ? പോയിട്ടില്ലെന്ന്. കല്യാണത്തിന് പോകുമ്പോൾ പുരോഹിതന്മാരെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇല്ലേ പാസ്റ്ററേ? ഇങ്ങനെ ചോദിക്കും, സൂസമ്മേ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെയും മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? അല്ലേ? ചോദിക്കില്ലേ? അന്നേരം ഈ പെണ്ണിൻ്റെ അപ്പൻ, സ്വന്തം അപ്പൻ, ജനിപ്പിച്ചപ്പൻ, സ്വന്തം അപ്പൻ പുറകെ നിന്നുകൊണ്ട് പറയാ, സമ്മതമാണ്, കെട്ടിക്കോ. അതിനാ സ്വന്തം അപ്പനല്ലേ? പിന്നെന്നാ കെട്ടിക്കോ എന്ന് പറ, വാതുറന്ന് പറ. ഇല്ല, അച്ഛന്മാരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവർ വീണ്ടും ചോദിക്കും, പറയൂ സൂസമ്മേ, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ശോശാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പെണ്ണിൻ്റെ അമ്മ അവിടെ നിന്നുണ്ട്, സമ്മതമാച്ചോ, അവളാ കെട്ടണം എന്ന് പറഞ്ഞ് നടന്നേ, അങ്ങോട്ട് കെട്ടിക്കോ പാസ്റ്ററേ. എൻ്റെ അറിവിൽ ഒരു പുരോഹിതന്മാരും കെട്ടിക്കില്ല. അവർ വീണ്ടും ചോദിക്കും, സൂസമ്മേ, നിനക്ക് സമ്മതമാണോ? ആര് പറയണം? നിങ്ങൾ പറ ഉത്തരം. മണവാട്ടി പദത്തിൽ ഇരിക്കുന്നതാരോ അവൾ പറയണം, എനിക്ക് ഈ മണവാളൻ മതി, എനിക്ക് സമ്മതമാണ്. ശ്രദ്ധിച്ചോ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റതള്ള പറഞ്ഞ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പൻ പറഞ്ഞ പോരെങ്കിൽ, സ്വർലോക മണവാട്ടിയാകാൻ ആരാ സഭ? 2 കൊരിന്ത്യർ 11:2, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടി സഭ. കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്ത സഭ. സ്വർലോക മണവാട്ടിയാകാൻ
പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല. നീ ഏറ്റു പറയണം, യേശുവേ അങ്ങേ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ ദൈവവുമായി ഞാനിത് സ്വീകരിക്കുന്നു. അങ്ങയുടെ കാന്തയാകാൻ ഞാൻ തയ്യാറാണ് എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. ആ പ്രോസസ് ഒരു കുഞ്ഞിൽ നടക്കില്ല. അപ്പോൾ വേറൊരാൾ വന്നിട്ടു, പക്ഷേ കറക്റ്റ് അത് മനസ്സിലായിക്കോട്ടെ, ഇപ്പോഴാണ് പിടികിട്ടിയ. പക്ഷെ ഒരു സംശയമുണ്ട്. എന്താ? ക്രൂശിലെ കള്ളം ശാനപ്പെട്ടില്ലല്ലോ. പാവങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ പറ്റിച്ചു വെച്ചേക്കുന്നതെന്നറിയാമോ? ക്രൂശിലെ കള്ളം ശാനപ്പെട്ടില്ലല്ലോ. സ്വർഗത്തീരുത്തുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ, പിന്നെന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ ന്യായപ്രമാണത്തിന് കീഴിലാണോ മരിച്ചത്, കൃപായുഗത്തിലാണോ മരിച്ചത്? പറ. അതിപ്പോൾ ന്യായപ്രമാണ യുഗം ഏതാ കൃപായുഗം ഏതാന്ന് അറിയാതിരിക്കുന്ന എന്നോടോ? പറഞ്ഞു തരാം. മോശ മുതൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴെയും, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി വീണ്ടും വരവ് വരെയുള്ളവരെല്ലാം കൃപയാലുള്ള രക്ഷായുഗത്തിലും. ഇതിലേതിലാ കള്ളന്മാർ മരിച്ചെന്ന് ഇനി പറ. എന്നിട്ടും തലേ കയറിയില്ലേ? യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിനും അടക്കപ്പെടുന്നതിനും മുൻപ്, അഥവാ ന്യായപ്രമാണത്തിന് കീഴെ, ന്യായപ്രമാണത്തിന് കീഴെ ജീവിച്ചവരോട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ സ്വർഗീയ ദൂതെന്താ? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിനെന്നാണ്. ആ മാനസാന്തരമാണ് കള്ളൻ എവിടെ വെച്ചുണ്ടായത്? ക്രൂശിൽ വെച്ചുണ്ടായത്. അതുകൊണ്ട് പർദീസയിലിരുത്താന്ന് പറഞ്ഞു. കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പത്രോസ്ലീഹ പറഞ്ഞത് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും സ്നാനമേൽക്കാനാണ്. അപ്പോഴാ നീ ന്യായപ്രമാണത്തിലെ കള്ളനെയും പിടിച്ചുകൊണ്ട് നരകത്തിൽ പോകാൻ നിൽക്കുന്നത്. വല്ലതും തലേ കയറിയോ? അതുകൊണ്ട് കുഞ്ഞേ, നീ നിത്യതയിൽ പോകണമെങ്കിൽ ഇന്ന് ഈ യോഗം കഴിയുമ്പോൾ തീരുമാനമെടുത്തോ, എനിക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം. തടസ്സം പറയുന്ന ഒരുത്തനും റെക്കമെൻഡ് ചെയ്യാൻ അങ്ങോട്ട് വരികയില്ല. അതോർത്താൽ നല്ലത്. ഇത് ഷമീർ കൊല്ലം പറയുന്നത് നാളെ നിങ്ങളെയും കൊണ്ട് കൊടുങ്ങാവിളയിൽ അടുത്ത ചർച്ച ഉണ്ടാക്കാനല്ല. രാത്രി പ്രസംഗിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോകും. പക്ഷെ ദൈവം നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചത് അത് ഞാൻ അറിഞ്ഞില്ല എന്ന് നാളെ നിങ്ങൾ നിത്യതയിൽ പറഞ്ഞാൽ, ഇന്നിവിടെ നടക്കുന്ന ഈ രംഗം സ്വർഗം അവിടെ ഡിസ്പ്ലേ ചെയ്യും. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ പൊന്നു കർത്താവേ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇവിടെ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാകാലം യൂട്യൂബിൽ കിടക്കുമെങ്കിൽ ഇതിനേക്കാൾ നല്ല മെഗാ പിക്സലായിട്ടുള്ള ക്യാമറ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണാണ്. അവിടെ നിനക്കിത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ, കൊല്ലത്തുനിന്ന് ഒരുത്തനെ കൊണ്ടുവന്ന് തത്തയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന പോലെ നിൻ്റെ മുമ്പിലിരുത്തി പറഞ്ഞു തന്നിട്ടും നീ കേട്ടില്ലെങ്കിൽ തീച്ചൂളക്കകത്തോട്ട് നിന്നെ തള്ളിയിടുക അല്ലാതെ നീ അറിഞ്ഞില്ലെന്ന് പറയുന്ന ഉഡായിപ്പ് പരിപാടിയൊന്നും അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇനി ഒരു അവസരം ദൈവം എനിക്ക് തന്നാൽ ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമെന്ന് മാറാത്തൊരു തീരുമാനമെടുത്തു വേണം ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ സ്നാനപ്പെടാൻ പറ്റൂ എന്ന് ബൈബിളിൽ എവിടെങ്കിലും തെളിവുണ്ടോ പാസ്റ്ററെ? ഒരു തെളിവും കൂടെ വായിച്ച് തിരിച്ചു വരാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 26 മുതലുള്ള ഒരു ഭാഗവും കൂടെ വായിച്ച് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. വായിച്ചാട്ടെ. അനന്തരം കർത്താവിന്റെ ദൂതൻ, ഒന്ന് നിർത്തി വായിക്കണം, ചിന്തിച്ചു പോകാം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസ് ഉപദേശിയോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം. ഫിലിപ്പോസ് ഉപദേശിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഉപദേശി ആ ആളൊഴിഞ്ഞ ദേശത്തൂടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ, ഫിലിപ്പോസ് ഉപദേശി അങ്ങനെ ഓടിച്ചെന്നപ്പോൾ, കന്തക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായിരിക്കുന്ന ഒരു ഐത്യോപ്യനെ കണ്ടു. അയ്യോ, എന്നാ ഭാഷ ഈ പറഞ്ഞത്? ഷണ്ടൻ, മകാന്, ഭണ്ഡാരം ഒന്നുമില്ല. ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടു. ഇത്രയേ ഉള്ളൂ. തലേ കയറിയോ? ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഷണ്ണനെ കണ്ടു. അടുത്തത്, അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട്
മടങ്ങിപ്പോകയിൽ അപ്പൊ ആൾ എവിടെ പോയിട്ട് വരിക? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയായി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പോലെ പറഞ്ഞു തരുന്നത്. ആൾ എവിടെ പോയിട്ട് വരിക? അന്നത്തെ യഹൂദന്മാരുടെ പള്ളിയായിരിക്കുന്ന യെരുശലേം പള്ളിയിൽ പോയി. എന്തിനാ? കോഴിക്കച്ചവടം നടത്താൻ? കച്ചവടം നടത്താനല്ല, നമസ്കരിക്കാൻ, കുർബാന കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴി. കച്ചവടക്കാരൊക്കെ ഇപ്പം നമ്മുടെ അടുത്തല്ലേ? പണ്ട് യെരുശലേമിൻ്റെ അവിടെ കച്ചവടക്കാരുണ്ടായിരുന്നു. കർത്താവ് വന്നിട്ട് ഒരു കയറ് പിരിച്ചൊരു ചാട്ട ഉണ്ടാക്കി എല്ലാത്തിനോടും വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും, അല്ലേ, വിൽക്കുന്നവനെയും വാങ്ങാൻ വരുന്നവന്മാരെയും കൂടെ ഒന്നിച്ച് ചാട്ടയ്ക്ക് അടിക്കാനായിട്ട് ഓടിച്ചപ്പം അന്നെല്ലാം കൂടെ പറക്കി കെട്ടി ഒറ്റ ഓട്ടം ഓടിയവർ ഈ പകുതി പേരും കുമ്പനാട്ട് ഗ്രൗണ്ടിൽ വന്നാണ് വീണത്. ഇപ്പം കച്ചവടക്കാർ മൊത്തം അവിടെ അല്ലേ പക്ഷേ? ഇഷ്ടം പോലെ കച്ചവടക്കാരാണ് ഇപ്പോൾ അവിടെ. കുറച്ച് പേര് കുമ്പനാട്ട് വീണു, കുറച്ച് പേര് പുനലൂർ വീണു, അവരിപ്പോൾ അടൂരിലോട്ടായി. പിന്നെ കുറച്ച് പേര് തിരുവല്ലായിലും പോയി വീണു. അങ്ങനെ കച്ചവടക്കാർ മൊത്തം അവിടെയാണ്. ഇവനെ ഒന്നും അടിച്ചു ഓടിക്കാനും ഒന്നും വരുത്തനും എന്നാ സ്വോത്രമൊക്കെ പോയല്ലോ. അന്നത്തെ ആലയത്തിലെ കുറിച്ച് എഴുതിയിരിക്കുന്നു അങ്ങനെ തന്നെയല്ലേ? വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും തന്നെയല്ലേ? ആ വാങ്ങുന്നവരും വിൽക്കുന്നവരും എവിടെ ഉണ്ടോ അതാണ് കച്ചവടം. അത്രേ ഉള്ളൂ. നമുക്ക് അത് തെറ്റും ഇത് ശരിയായിട്ട് തോന്നുന്നെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ കുഴപ്പമാണ് അത്. മനസ്സിലായോ? ആലയത്തിൻ്റെ ഗ്രൗണ്ടിൽ ഏറ്റവും വലിയൊരു കോമഡി എന്തെന്നറിയോ? ഒരിക്കൽ ഞാൻ ഇവിടെ തിരുവനന്തപുരത്തുള്ളൊരു വലിയ ഗ്രൗണ്ട് പ്രസംഗമുണ്ട്. അതിൻ്റെ പേര് തന്നെ ആ സ്ഥലത്തിൻ്റെ പേരാ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിക്കുക ഗ്രൗണ്ടിൽ. അന്ന് ഞാൻ പ്രസംഗിച്ചു, എടാ കുഞ്ഞെ, യേശു ജീവിച്ചിരുന്ന കാലത്ത് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സമ്പ്രദായമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. യേശുവിൻ്റെ ഫോട്ടോ ആരും തൊട്ട് എടുത്തിട്ടുമില്ല. അല്ലാതെ നീൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവളൊട്ടിയ യേശു ഒന്നുമല്ല യേശു. അതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ല. പലരും വീട്ടിൽ 8 ഫോട്ടോ ഇരിപ്പുണ്ടെങ്കിൽ 8ലും 8 യേശുവാ അല്ലേ? 8 മുഖമല്ലേ? അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൽ അവൻ വരച്ച് വെച്ച ആടാ ഉവയെന്നൊക്കെ ഞാൻ സ്റ്റേജ് പ്രസംഗിച്ചേച്ച് ആശീർവാദം പറഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പം ഗ്രൗണ്ടിലെ സ്റ്റാളിലിരിക്കുന്ന 10 യേശു. അങ്ങനെയുണ്ട്. ഇതാ ഗതി. ഇപ്പം പിന്നെ യേശുവിൻ്റെ കൂടെ മായാവിയുണ്ട്, ഡിങ്കനുണ്ട്. കണ്ടോ നിങ്ങളുടെയൊക്കെ സ്വോത്രം പോയ പോക്ക് കണ്ടോ? എനിക്കറിയാം സത്യം പറയുമ്പോഴത്തേക്ക് വലിയ സ്വോത്രമൊന്നും പോട്ടെ. ഏതായാലും ഷണ്ടം പോയത് അവിടെ കച്ചവടം നടത്താനല്ല. യെരുശലേം പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് കുർബാനയൊക്കെ അടിച്ച് തിരിച്ചു മടങ്ങി വരുന്ന വഴി വായിച്ചോ. തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ന്യായപ്രമാണത്തിന്റെ ചുരുളെടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അടുത്ത വാക്ക്, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ, ഫിലിപ്പോസ് ഉപദേശി വണ്ടിയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. ഈ അധികാരി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഉപദേശി കേട്ടു. എന്താണ് വായിച്ചത്? നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ഉടനെ ഉപദേശി ചോദിക്കും അധികാരിയോട്, സാറേ പള്ളിയിൽ പോയിട്ട് വരുമായിരിക്കും, ന്യായപ്രമാണം വായിക്കുവാണോ? അതെ. സാറ് വായിക്കുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നത്തെ അച്ചായന്മാരെങ്ങാണോ ആണെങ്കിൽ ഉപദേശിയുടെ ചെവിക്കലിനിട്ട് അടിച്ചേനെ. പോടെ ഉപദേശി, വർഷങ്ങളായിട്ട് പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് കുർബാന അടിച്ചുകൊണ്ട് വരുന്ന എൻ്റെ അടുത്ത് ഇന്നലെ എങ്ങാണ്ടൊരു വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് തുള്ളാൻ ഇറങ്ങിയിട്ട് മനസ്സിലായോ ഒന്ന് അല്ലേ എന്നൊക്കെ ഇന്നത്തെ അച്ചായന്മാർ ചോദിച്ചേനെ. പക്ഷെ അധികാരി എന്താ ചോദിച്ചേ? ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. അധികാരി പറയാ, ഉപദേശി ഇതൊക്കെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമല്ലല്ലോ എഴുതി വെച്ചേക്കുന്നത്. ഇതിന്റെ പൊരുൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാലല്ലേ മനസ്സിലാകൂ. അതിനെങ്ങനെ പറയാൻ സമ്മതിക്കണ്ടേ? അതിനു മുമ്പേ അടിക്കാൻ നിൽക്കുകയല്ലേ നീ അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ നമ്മൾ ഈ വരുന്നത്. പറയാൻ നിൽക്കുന്നതിന് മുമ്പേ തല്ലാൻ നിൽക്കുകയല്ലേ? പിന്നെ എങ്ങനെ പറയും? ഒന്ന് പൊരുൾ തിരിച്ചു തന്നാലല്ലേ മനസ്സിലാകൂ എന്ന് ചോദിച്ചു. അടുത്ത വാക്ക്, ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. അധികാരി ഉപദേശിയോട് അപേക്ഷിക്കുക, ഉപദേശി പ്ലീസ് ഈ വണ്ടിക്കകത്തോട്ട് കയറി ഇരുന്ന് ഒന്ന് പറഞ്ഞതാ. ഇന്നത്തെ അച്ചായന്മാർ പറയുന്ന ഉപദേശിമാരെ വീട്ടിൽ കേട്ടില്ലെന്ന്. പക്ഷെ അധികാരി പറഞ്ഞു ഇങ്ങോട്ട് കയറി ഇരുന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അടുത്ത വാക്ക്, തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. അധികാരി വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗമാണ്
താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്രിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. അങ്ങനല്ലേ? അന്നാ ബാക്കി വായിച്ചു. ഷണ്ണൻ ഫിലിപ്പോസിനോട്, അധികാരി ഉപദേശിയോടെ, ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? ഉപദേശി ഇത് ആരെ കുറിച്ചാണ് ഈ ആടിനെ അറുത്ത കാര്യമൊക്കെ പറയുന്നത്? ഇത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചു. തന്നെ കുറിച്ചോ? ഇനി എന്നെ അറക്കുന്ന കാര്യം വല്ലതും ആണോ എന്ന് ചോദിച്ചു. മറ്റൊരുത്തരെ കുറിച്ചാണെന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും കുറിച്ചാണോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അടുത്ത വാക്ക്. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ശ്രദ്ധിച്ചു കേട്ടോണം. ഫിലിപ്പോസ് ഉപദേശി ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. എന്തറിയിക്കാൻ തുടങ്ങി? സഭ പറഞ്ഞേ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അറിയിച്ചതെന്താ? സുവിശേഷം. അറിയിച്ചതെന്താ? സുവിശേഷം. എന്നാ സംഭവിച്ചതെന്താ? അടുത്ത വാക്ക്. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. ഉപദേശി വെള്ളമുള്ള ഒരു സ്ഥലം, എനിക്ക് സ്നാനപ്പെടണം, എന്തെങ്കിലും തടസ്സമുണ്ടോന്ന് ഇയാൾ എന്താ പറഞ്ഞേ? അല്ലല്ല, ഉപദേശി എന്താ പറഞ്ഞേ? പറ. സുവിശേഷം. കേട്ടവൻ എന്താ ആവശ്യപ്പെടുന്നത്? സ്നാനം. അപ്പൊ സുവിശേഷം കേൾക്കുമ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയതല്ല, അന്ന് തുടങ്ങിയതാണ്. മനസ്സിലായോ? അപ്പൊ ആൾ എവിടെ പോയിട്ട് വരിക? പള്ളിയിൽ പോയിട്ട് വരിക. സുവിശേഷം കേട്ടത് ആരെ കണ്ടപ്പോഴാ? ഉപദേശം കണ്ട. അപ്പൊ പള്ളിയിൽ പോകുന്നതൊക്കെ നല്ലതാ. ഉപദേശിമാരടുത്ത് വന്നാൽ സുവിശേഷം കേൾക്കാം. സുവിശേഷം കേട്ടപ്പോൾ പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം, എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. അടുത്ത വാക്ക്. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആഹാം എന്ന് പറഞ്ഞു. സ്നാനപ്പെടുന്നതിനൊരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. ഇതെങ്ങനെ ഒരു കുഞ്ഞിൽ നടക്കും? പറ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കണം. നടക്കുവോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തെറ്റാന്ന്. മനസ്സിലായോ? അടുത്ത വാക്ക്. യേശു ദൈവപുത്രനെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവനാണോ പറഞ്ഞത് അതോ പറയാൻ വല്ലവരെയും പുറകെ നിർത്തിയിട്ടുണ്ടെന്നോ? ഇല്ല, അവൻ തന്നെ പറഞ്ഞല്ലേ. അവൻ പറഞ്ഞു. അടുത്ത വാക്ക്. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെയാണ് ഒരു ചോദ്യമുണ്ട് പാസ്റ്ററെ. തേര് നിർത്താൻ കൽപ്പിച്ചെങ്കിൽ കൽപ്പന കേൾക്കാൻ ഒരാൾ വേണ്ടേ? എന്തായാലും കുതിരയോടല്ലല്ലോ പറഞ്ഞത്, അല്ലേ? ഷണ്ടനുണ്ട്, ഫിലിപ്പോസുണ്ട്. തേര് നിർത്തണമെന്ന് കൽപ്പിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. ആരോടായിരിക്കും കൽപ്പിച്ചത്? വണ്ടിക്കാരനോട് അല്ലെങ്കിൽ ഡ്രൈവറോട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഡ്രൈവറോട് പറഞ്ഞാൽ പോരെ, ഡേയ് ഡ്രൈവറെ, അപ്പം ആ കുളത്തിൽ നിന്ന് ഇച്ചിരി വെള്ളങ്ങൾ കോരിക്കൊണ്ട് വരും പറഞ്ഞാൽ പോരെ? ചെയ്യൂലേ? ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് കോവളത്ത് വന്നൊരു വണ്ടി വിളിച്ച് ടൂറിസ്റ്റുകാരൻ അങ്ങോട്ട് പോകുമ്പം ആ ഡ്രൈവറോട് ഡേ വണ്ടി നിർത്തിയിട്ട് ഒരു ബോട്ടിൽ പെപ്സി ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്ന് പറഞ്ഞാൽ ഡ്രൈവർ മേടിച്ചുകൊണ്ട് വരില്ലേ? വരും. ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന മന്ത്രി വണ്ടി നിർത്താൻ പറഞ്ഞു, നിർത്തി. അങ്ങനെയാണെങ്കിൽ അവനോട് പറഞ്ഞാൽ പോരെ, ഒരു തളികയിൽ ഇച്ചിരി വെള്ളം കോരിക്കൊണ്ട് വന്ന് ഈ ഉപദേശിയുടെ കയ്യിലോട്ട് കൊടുക്ക്, എൻ്റെ തലയിലോട്ട് തളിക്കട്ടെന്ന് പറഞ്ഞാൽ പോരെ? പക്ഷെ എന്താ സംഭവിച്ച? അടുത്ത വാക്ക്. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. നേരത്തെ തയ്യാറാക്കി ടൈൽസ് ഒട്ടിച്ച് വെച്ചിരുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തോട്ട് ഇറങ്ങിയെന്നല്ല, പ്രതീക്ഷിക്കാതെ വഴി പോയപ്പോൾ കണ്ടൊരു കുളം, പോത്തിനെ കുളിപ്പിക്കുന്ന കുളത്തിൽ പെന്തിക്കോസുകാർ മുങ്ങുന്നെന്ന് നാട്ടുകാർ പറയുന്ന പോലെ വഴി കണ്ടൊരു കുളത്തിൽ നിർത്തി സ്നാനപ്പെടുന്നവനും സ്നാനപ്പെടുത്തുന്നവനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അടുത്ത വാക്ക്. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അല്ല, അതിനു മുമ്പ് അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി. അടുത്തത്. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അടുത്തത്. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ, വെള്ളത്തിൽ ഇറങ്ങിയതും പുസ്തകത്തിലുണ്ട്, വെള്ളത്തിൽ നിന്ന് കയറിയതും പുസ്തകത്തിലുണ്ട്. അവർ ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സ്നാനപ്പെടേണ്ടിയവനും സ്നാനപ്പെടുത്തുന്നവനും വെള്ളത്തിലിറങ്ങി നിൽക്കണം. സ്നാനമേൽക്കുന്ന സ്ഥാനാർത്ഥി ഏറ്റുപറയണം. ഇതെല്ലാം പുസ്തകത്തിൻ്റെ പ്രമാണമാണ്, ഞങ്ങളാരും കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇനിയെങ്കിലും നരകത്തിൽ പോയി പതിക്കാതിരിക്കണമെങ്കിൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവകൽപ്പന അനുസരിക്കാൻ തീരുമാനിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ബദ്ധപ്പാട് മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക. ആമേൻ. കൽപ്പന അനുസരിക്കുക, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുക.
അപ്പം ചില ആളുകൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, പാസ്റ്ററേ നിങ്ങൾ ഈ പറയുന്ന പോലെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി സ്നാനപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇന്നുവരെയും ചോദിച്ചതല്ല യേശു അപ്പ എനിക്ക് തന്നു. ഒരു വീട് ചോദിച്ചു, നല്ല വീട് തന്നു. ഒരു കാറ് ചോദിച്ചു, 2 കാറ് തന്നു. നല്ല കുടുംബജീവിതം ചോദിച്ചു, നല്ല കുടുംബജീവിതം. 2 മക്കളെ ചോദിച്ചപ്പോൾ 5 മക്കളെ തന്നു. 1 സെൻറ്റ് ഭൂമി ചോദിച്ചപ്പോൾ 1 ഏക്കർ റബ്ബർ. അങ്ങനെ ഇന്നുവരെയും ചോദിച്ചതെല്ലാം എനിക്ക് തന്നു. മാത്രമാണോ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കാണും പാസ്റ്ററെ, ദർശനം കാണും. ഇങ്ങനെയൊക്കെ പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു തെറ്റല്ല. പക്ഷേ ദർശനം കാണാനും നന്മ ലഭിക്കാനും സ്നാനപ്പെടണമെന്നില്ല. തെളിവ് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 1-ാം വാക്യം. കൈസരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. കൊർന്നല്യോസ് എന്ന് പേരുന്നുള്ള ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അവനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന യോഗ്യത വായിക്കാൻ പോവുക. കേട്ടോണം. അവൻ പെന്തിക്കോസുകാർക്ക് പോലും പറയാൻ പറ്റാത്ത യോഗ്യത ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചോ. അവൻ ഭക്തനും. 1 അവൻ ആരാ പറ? ഭക്തൻ. 2 തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. 2 കുടുംബമായി ദൈവഭയമുള്ളവൻ. 3 ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നു. ആരെന്ത് ചോദിച്ചാലും വാരി കൊടുക്കുന്ന നന്മയുള്ളവൻ. അടുത്തത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് പോലും ഇല്ലാത്തതാ. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. 4 യോഗ്യത സ്വർഗം പറഞ്ഞവനാ കൊർന്നല്യോസ്. ശ്രദ്ധിച്ചു കേട്ടോണം. അടുത്തത് അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. അപ്പൊ എന്ത് കണ്ടു? ദർശനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെന്തിക്കോസുകാർ കാണുന്ന പോലെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേടി ഒരാന തിരിഞ്ഞു നിൽക്കുവാടി. ഇതൊന്നും അല്ല കണ്ടത്. ഇന്ന് കാണുന്ന എന്തുവാ? ആന തിരിഞ്ഞു നിൽക്കുന്നു, ഓലമടൽ താഴോട്ട് വീഴുന്നു, ചക്ക പഴുത്ത്. ഇതൊന്നും അല്ല കണ്ടത്. ദൂതൻ അകത്തു വരുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്പഷ്ടമായിട്ട് കണ്ടോ കൃപ. 4 യോഗ്യതയ്ക്ക് പോരാതെ 5-ാമത്തെ ക്വാളിഫിക്കേഷൻ ദർശനവും കണ്ടു. ദൂതൻ അകത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്? കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. എന്നാ കർത്താവ് എന്ന് ചോദിച്ചു. അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. അയ്യോ, ഒരു തടസ്സം. നമ്മുടെയൊക്കെ പ്രാർത്ഥന അന്തരീക്ഷ മണ്ഡലത്തിൽ ശത്രു തടഞ്ഞു വെക്കുന്നു. നമ്മൾ 21 ദിവസം ഇരിക്കുന്നു, സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് വെട്ടി കണ്ടിച്ച് പൊട്ടിച്ച് വല്ല വിധേനയും പ്രാർത്ഥന അവിടെ എത്തിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇവൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരും തടസ്സവും ഇല്ല. ഡയറക്റ്റ് എവിടെ എത്തി? കേട്ടോ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നതെന്ന് എഴുതി വെച്ചേക്കുന്നേ അല്ലേ? ഒറ്റ പ്രാർത്ഥന നേരെ അവിടെ എത്തിയെന്ന്. മറുപടിയായിട്ട് ദൂതനും വന്നു. കണ്ടോ കൃപ. ഇത്രയും സംഭവിച്ചു. ഇനി കേട്ടോണം. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവിടെ കൊർന്നല്യോസും ദൂതനും തമ്മിൽ ഒന്ന് തെറ്റാൻ സാധ്യതയില്ലേ? നിങ്ങൾ ചിന്തിക്കേ. അല്ല, ആരെ വിളിക്കാനാ പറഞ്ഞ്? പത്രോസിനെയോ? ദൂതൻ പറഞ്ഞത് മോശമായിപ്പോയി കേട്ടോ. അതെന്നാ? അല്ല, ഞാൻ ഭക്തനല്ലേ അല്ലേ? കുടുംബമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? ആരെന്ത് ചോദിച്ചാലും നന്മ. ഇവിടെ ഏത് കൺവെൻഷൻ വെച്ചാലും അരി എൻ്റെ വകയാണ്. അങ്ങനെ കൊടുക്കുന്നില്ലേ? ഉണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ? എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നന്മ പ്രവൃത്തിയും എല്ലാം സ്വർഗത്തിലെത്തിയില്ലേ? എത്തി. മറുപടിയായിട്ട് ദൂതൻ ഇറങ്ങുന്ന കാഴ്ച വരെ ഞാൻ കണ്ടില്ലേ? ദർശനം. ഇത്രയും യോഗ്യത ഉള്ള ഞാൻ അല്ലേ? പണ്ടങ്ങാണ്ട് ഒരു മീൻപിടുത്തമായിട്ട് നടന്ന ഒരുതൻ അല്ലേ? പത്രോസ് അല്ലേ? പണ്ട് മീൻപണിയായിരുന്നു. ഇപ്പം അങ്ങാണ്ട് വെള്ളം ഉടുപ്പോട്ട് തുള്ളാനിറങ്ങി. ഈ ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ. ഞാൻ ആരാ? പട്ടാളക്കാരൻ. എൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡ് അറിയാമോ? ഈ പണ്ടം കണ്ട് മീൻ പിടിച്ച് നടന്ന ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കേണ്ട ആവശ്യം എന്താ? ചോദിച്ചൂടെ? അല്ലാതെ തന്നെ എനിക്ക് ഇത്രയും യോഗ്യതയില്ലേ? ഞാൻ ഭക്തനാണ് അല്ലേ? ഞാൻ ദൈവഭയമുള്ളവനാണ് അല്ലേ? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണല്ലേ? ദർശനം കണ്ടു ഇല്ലേ? എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി ഇല്ലേ? ഇനി ഞാൻ ഈ കണ്ട ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കേണ്ട കാര്യം എന്താ? എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയില്ലേ? ദൂതന് പറയാനൊരു മറുപടി ഉണ്ടേ. കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും ഒക്കെ സ്വർഗത്തിലെത്തി, പക്ഷെ നീ അവിടെ എത്തത്തില്ല.
നീ എത്തണമെങ്കിൽ നീ ഉപദേശിയെ വിളിപ്പിക്കണം. പിടികിട്ടിയോ നിങ്ങൾക്ക്? ആമേ, എനിക്ക് ദർശനമുണ്ട്, എനിക്ക് ആമേ, ഞാൻ ഭക്തനാണ്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എല്ലാം എന്നെ കാണിക്കും. എല്ലാം കണ്ടോ? പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് പറയാനുള്ളത്, ഇത്രയും ഭക്തനായ, ഇത്രയും നല്ല ഹൃദയമുള്ള, ഇത്രയും കൃപയുള്ള നീ ഒരിക്കലും നരകത്തിൽ പോകരുത്. അതുകൊണ്ട് നീ ഉപദേശിയെ വീട്ടിൽ വിളിപ്പിക്കണം. തുടർന്ന് വീട്ടിൽ പോയി ആ അധ്യായം വായിച്ചോ. പത്രോസ് വരുന്നു, പത്രോസ് പ്രസംഗിക്കുന്നു. 44-ാം വാക്യത്തിൽ എന്ത് സംഭവിച്ചു? വായിക്കോ ദൈവാസനെ, 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എന്തു വന്നു? ഒന്ന് പറഞ്ഞേ. എന്തു വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ എൻ്റെ ചോദ്യം, അപ്പൊ ഈ ഭക്തനായിരിക്കാനും നന്മ ചെയ്യാനും ദൈവത്തെ ഭയപ്പെടാനും എപ്പോഴും പ്രാർത്ഥിക്കാനും ദർശനം കാണാനും ആരുടെ സഹായം വേണ്ട? പരിശുദ്ധാത്മാവില്ലേലും ഇതൊക്കെ നടക്കും. പക്ഷെ മേപ്പോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവരെല്ലാവരും സ്നാനമേറ്റു എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ദർശനം കാണാനും ഭക്തനാകാനും കൃപ കിട്ടാനും ദൂതനെ കാണാനും ഒന്നുമല്ല നീ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ പറഞ്ഞത്. നിത്യതയിൽ നീ ഉണ്ടാകാൻ വേണ്ടിയാണ്. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെടാൻ വേണ്ടിയാണ്. ഇനിയും തിരിച്ചറിയുന്നില്ലെങ്കിൽ നീ നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പസ്തോല പ്രവൃത്തി തിരിച്ചു വന്ന് അവസാനിപ്പിക്കാം. പത്രോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്കുറക്കെ, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000 എണ്ണം രംഗത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററേ എൻ്റെ ചങ്കത്ത് കുത്തുകൊണ്ടു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. കണ്ടോ? ഒറ്റ പ്രസംഗം. ആരും പിടിക്കാനും വലിക്കാനും പോയില്ല. ആർക്ക് വേണം, കൈപൊക്കൂ കാലുപൊക്കൂ ഒന്നും പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് അകത്ത് ചെന്നു, പ്രവർത്തിച്ചു, കുത്തുകൊണ്ടു, രംഗത്ത് വന്നു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. 3000-ഓളം പേര് അവരോട് ചേർന്നു. അടുത്ത വാചകം ശ്രദ്ധിച്ചു കേട്ടോ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പൊ സ്നാനപ്പെട്ടു. എല്ലാവരും സ്നാനപ്പെട്ടോ? 3000 പേര് മുങ്ങിയോ? ഇനി ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടോ? ഇല്ല. എല്ലാവരും കൃത്യമായിട്ട് മുങ്ങി. ശരി. ഇനി എവിടാന്ന് വെച്ചാൽ നിങ്ങൾ ചെന്ന് കയറിക്കും. അങ്ങനെ പറഞ്ഞോ പാസ്റ്റർമാരെ? പറഞ്ഞില്ല. ഇന്ന് അങ്ങനെ പറയുന്ന കാട്ടുകള്ളന്മാരുണ്ട്. ഇവിടെ വന്ന് മുങ്ങിയേച്ച് മാമ നിൽക്കുന്നിടത്ത് അങ്ങ് ഇവൻ കാട്ടുകള്ളനാണ്, ഇവൻ പാസ്റ്ററല്ല. ഞാൻ മിണ്ടാത്തെ. നീ ഇവിടെ മുങ്ങിയേച്ച് സ്തോത്രം. സ്നാനമേറ്റവർ അപ്പൊസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവൻ അപ്പൊസ്തോലിക ഉപദേശത്തിൻ്റെ കീഴിൽ നിൽക്കണം. അതിന് ലേഖനങ്ങളിൽ പ്രമാണമുണ്ട്. 2 തെസ്സലോനിക്കർ 2:14-15 പറയുന്നു, ആകയാൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം. രക്ഷിക്കപ്പെട്ടവന് പ്രമാണമുണ്ട്, ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. ഇവിടെ മുങ്ങിയച്ച് എവിടെയെങ്കിലും ചെന്ന് കയറാൻ ഒക്കത്തില്ല. അവർ അപ്പൊസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ. ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. ഉപദേശം കേൾക്കണം, എവിടെ വരണം? കൂട്ടായ്മയ്ക്ക് വരണം. കൂട്ടായ്മ ആചരിച്ചു. അടുത്തത് അപ്പം നുറുക്കി. പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. 47-ാം വാക്യം വായിച്ച് പുസ്തകം അടയ്ക്കാം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പറയപ്പെട്ട സഭയെ ചേർക്കുവാനാണ് യേശു കർത്താവ് വാനമേഘ വെളിപ്പെടാൻ പോകുന്നത്. രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത
ആ നിത്യഭവനമൊരുക്കി അതിലേക്ക് നമ്മെ ചേർക്കുവാൻ യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ആ കർത്താവ് വന്നാൽ, ഇന്ന് രാത്രി ആ കാഹളം ധ്വനിച്ചാൽ, അതെ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു അവസരം ദൈവം എനിക്ക് നീട്ടിത്തന്നാൽ, ഒരു ദിവസത്തെ ആയുസ് എനിക്ക് നീട്ടിത്തന്നാൽ, എനിക്ക് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം, എനിക്കും ആ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം. ആ കർത്താവിൻ്റെ വരവെങ്കിൽ എനിക്കും ആ കർത്താവിനോടുകൂടെ എടുക്കപ്പെടണം.